വ്യക്തദേഹായ ലക്ഷ്യനാമോ ഗുരുപരമ്പരയെ സ്മരിച്ചുകൊണ്ട് മാണ്ഡവ്യോപനിഷത്ത് ഓമിത്യേതദക്ഷരമിദം സർവം തസ്യോപം വ്യാഖ്യാനം ഭൂതം ഭവദ്ഭവിഷ്യതി സർവം ഓംകാര ഏവ യച്ചാന്യത്ര കാലാതീതം തദപ്യോംകാര ഏവ. സർവം ഹേതദ്ബ്രഹ്മ അയമാത്മാ ബ്രഹ്മ സ്വയമാത്മാ ചതുഷ്പാദ്. ജാഗ്രതസ്ഥാനോ ബലിപ്രജ്ഞസപ്താംഗ ഏകോനവിംശതിമുഖ സ്ഥൂലഭുക് വൈശ്വാനര പ്രഥമപാദഃ. സ്വപ്നസ്ഥാനോ അന്തഃപ്രജ്ഞസപ്താംഗ ഏകോനവിംശതിമുഖ പ്രവൃത്തഭുക് തൈജസോ ദ്വിതീയപാദഃ. യത്ര സുപ്തോ ന കഞ്ചന കാമം കാമയതേ ന കഞ്ചന സ്വപ്നം പശ്യതി തസ്സുഷുപ്തം സുഷുപ്തസ്ഥാന ഏകീഭൂത പ്രജ്ഞാനഘ്നയേവാനന്ദമയോ ഹ്യാനന്ദഭുക് ചേതോമുഖ പ്രാജ്ഞസ്തൃതീയപാദഃ. ഏഷ സർവേശ്വര ഏഷ സർവജ്ഞേഷ അന്തര്യാമി ഏഷ യോനിഃ സർവസ്യ പ്രഭാപയോ ഹി ഭൂതാനാം. നാന്തഃപ്രജ്ഞം ന ബലിപ്രജ്ഞം നോ ഭേദപ്രജ്ഞം ന പ്രജ്ഞാനഘനം ന പ്രജ്ഞം ന അപ്രജ്ഞം അദൃശ്യം അവ്യവഹാരിമഗ്രാഹ്യം അലക്ഷണം അചിന്യം അമ്പിപദേശം ഏകാത്മപ്രത്യസാരം പ്രപഞ്ചോപശമം ശാന്തം ശിവം അദ്വൈതം ചതുർത്ഥം മന്യന്തേ സാത്മാ സ വിജ്ഞേയഃ. സ്വയമാത്മാധ്യക്ഷരമോങ്കാരോ അഭിമാത്രം പാദ മാത്ര മാത്രശ്ച പാദ അകാര ഉകാരോ മകാരൈതി. ജാഗ്രതസ്ഥാനോ വൈശ്വാനരോ അകാരഃ പ്രഥമാ മാത്ര ആദ്യേ ആദിമത്വാദ് വാ ആപ്നോതിഹ വൈ സർവാൻ കാമാൻ ആദിശ്ച ഭവതി ഏവം വേദ. സ്വപ്നസ്ഥാനത്ത് തൈജസ ഉകാരോ ദ്വിതീയാ മാത്ര ഉത്കർഷാദ് ഉഭയത്വാദ് വാ ഉത്കർഷരിഹ വൈ ജ്ഞാനസന്തതിം സമാനസ്യ ഭൂതി നാസ്യ ബ്രഹ്മവിദ് ഫലേ ഭവതി ഏവം വേദ. സുഷുപ്തസ്ഥാനപ്രാജ്ഞോമകാരസ്തൃതീയാ മാത്രാമിതേരപീതിർവാ ഇദം സർവം അപീതിശ്ച ഭവതി ഏവം വേദ.
സദൃഥോ വ്യോഹാരിഹ പ്രപഞ്ചോ വശമസ്യോ അദ്വൈത ഓംകാര ആത്മൈവ സംവിശതി ആത്മന ആത്മാനം ഏവം വേദ. മുണ്ടക്യോപനിഷത്തിൽ അദ്വൈത പ്രകരണത്തിൽ 45 ആസ്വാദയേത് സുഖം തത്ര നിസ്സംഗപ്രജ്ഞയാ ഭവേത് നിശ്ചലം നിശ്ചരചിത്തം ഏകീകുര്യാത് പ്രയത്നതഃ. നാൽപ്പത്തിനാലാമത്തെ കാരികയിൽ പറഞ്ഞു സമപ്രാപ്തം ന ചാലയേത്. മനസ്സ് സമത്തെ പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നെ ചലിപ്പിക്കരുത്. ഇവിടെ സമാധി പരിശീലനത്തെ കുറിച്ചാണ് പറയുന്നത്. ആത്മധ്യാനത്തിലൂടെയുള്ള സമാധി പരിശീലനം. സമാധി പരിശീലനത്തിന് യോഗശാസ്ത്രത്തിനും മറ്റും നിരവധി ഉപായങ്ങളെ നിർദ്ദേശിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ അതൊന്നുമല്ല. ഇവിടെ തുരീയ ധ്യാനത്തിലൂടെ, ധ്യാനം എന്ന് പറയുമ്പോൾ തുരീയ ധ്യാനത്തിലൂടെ, അതിനു വേണ്ടിയിട്ടാണ് തുര്യനെ ഇതുവരെ വിശദീകരിച്ചത്. തുര്യന്റെ സ്വരൂപം എന്താണെന്ന് ആദ്യം പറഞ്ഞു. ജാഗ്രത സ്വപ്ന സുഷുപ്തികളിൽ അനുസ്യൂതമായിരിക്കുന്ന ചൈതന്യം, അതാണ് തുര്യൻ. ജാഗ്രതത്തിനും സ്വപ്നത്തിനും സുഷുപ്തിക്കും ആധാരമായിരിക്കുന്ന ചൈതന്യം, ചൈതന്യമെന്നോ ബോധമെന്നോ അതിന് തന്നെ ആത്മാവ് എന്നും പറയും. ആ തുര്യന്റെ സ്പന്ദനമാണ് ചിത്തം എന്നും പറഞ്ഞു. ആ ചിത്തത്തിന്റെ ഒരവസ്ഥയാണ് ജീവത്വം, ജീവഭാവം. തുര്യന്റെ സ്പന്ദനമാണ്. അതിന് ഉദാഹരണം പറഞ്ഞു. എന്താണ് തുര്യൻ? ഒരു സമുദ്രത്തോട് ഭൂമിക്കാം. ചിസമുദ്രം, സംവിത് സമുദ്രം എന്നെല്ലാം പറയുന്നു. അതിലെ തരംഗങ്ങളെപ്പോലെയാണ് ചിത്തം, അല്ലെങ്കിൽ തുര്യന്റെ സ്പന്ദനങ്ങൾ. അവിടെ ധ്യാനിക്കാൻ പറയുമ്പോൾ ആരാരെ ധ്യാനിക്കുന്നു? കാരണം ഇവിടെ തുര്യനിൽ നിന്ന് അന്യമായിട്ടൊന്നുമില്ല. തുര്യന്റെ തന്നെ വൃത്തികളാണ് അന്ധകരണം, മനസ്സ് എന്ന് പറയുന്നത്. ഇവിടെ ഈ മനസ്സ്, അന്ധകരണം ഈ രൂപത്തിൽ തുര്യനിൽ കാണപ്പെടുന്നതിന് കാരണം പറയുന്നത് മായ. മായ കൊണ്ടങ്ങനെ കാണപ്പെടുന്നു. തുര്യനെ കുറിച്ച് പറയുന്നത് നിസ്തരംഗ സമുദ്രം, തരംഗങ്ങളില്ലാത്ത സമുദ്രം. പക്ഷെ ആ തരംഗങ്ങളില്ലാത്ത സമുദ്രത്തിൽ തരംഗങ്ങൾ കാണപ്പെടുന്നു. എന്തുകൊണ്ടങ്ങനെ കാണപ്പെടുന്നു? അങ്ങനെ സംഭവിക്കാൻ വഴിയില്ലല്ലോ. അതിന് പറയുന്നു മായ കൊണ്ട് സംഭവിക്കാം. മായ എന്ന് പറയുമ്പോൾ ആ കാരണത്തെ നിർവചിക്കാനോ നിരാകരിക്കാനോ സാധ്യമല്ലാത്തതാണ്. അത് അനുഭവപ്പെടുന്നത് കൊണ്ട് അതിനെ നിരാകരിക്കാൻ വയ്യ. എന്താണെന്ന് അത് പിടികിട്ടാത്തതുകൊണ്ട് അതിനെ നിർവചിക്കാനും വയ്യ. അങ്ങനെയുള്ള ഒരു ശക്തിവിശേഷം. അതുകൊണ്ട് നിസ്തരംഗ സമുദ്രമായിരിക്കുന്ന ഈ തുര്യനിൽ
ചിത്തതരംഗങ്ങൾ ഉണ്ടാകുന്നു. തുര്യൻ നിർവികാരനായിരിക്കുന്നു, നിശ്ചലനായിരിക്കുന്നു. ഇവിടെ പറയുന്നത് നിശ്ചലം, നിശ്ചലം, അങ്ങനെ ഇരിക്കുന്ന തുര്യൻ. അപ്പോൾ തുര്യന് ധ്യാതാവ്, ധ്യാനം, ധ്യാന വിഷയവും ഇങ്ങനെയുള്ള ഭേദങ്ങളൊന്നും വരത്തില്ല. അതില്ലാതെ ധ്യാനിക്കാനും സാധ്യമല്ല. അപ്പോൾ ഈ ധ്യാനം ആര്, എങ്ങനെ, എവിടെ സംഭവിക്കുന്നു, ആരാണ് ധ്യാനിക്കുന്നത് എന്ന് പറയുന്നു. അത് തുര്യന്റെ സ്പന്ദന രൂപത്തിലുള്ള ചിത്തം തന്നെ ധ്യാനിക്കുന്നത്. ചിത്തമാണ് ധ്യാനിക്കുന്നത്, അല്ലെങ്കിൽ തുര്യ സ്പന്ദനമാണ് ധ്യാനിക്കുന്നത്. അത് ഏതുപോലെ? അതിന് ഉദാഹരണം പറഞ്ഞു. സമുദ്രത്തിൽ അലകൾ ഉയർന്നുകൊണ്ടിരിക്കുന്നു. ആ അലകൾ സമുദ്രത്തിനോട് ഏകീഭവിക്കുന്നത് പോലെ. ഇവിടെ പറയും 45ാമത്തെ കാര്യം, ഏകീകുര്യാ പ്രയത്നതഃ, പ്രയത്നത്തിലൂടെ ഏകീകരിക്കണം. ധ്യാനം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഏകീകരണമാണ്. ആ സമുദ്രത്തിൽ നിന്നും ഉയരുന്ന ഈ ചിത്തതരംഗങ്ങൾ അതിലേക്ക് തന്നെ വിലയം പ്രാപിക്കും. അപ്പോൾ അതിലേക്ക് വിലയം പ്രാപിക്കുന്നതിന് നമ്മൾ ആ മനസ്സിന്റെ അന്തർമുഖത എന്ന് പറയും, ചിത്തത്തിന്റെ അന്തർമുഖത എന്ന് പറയും. ആ സമുദ്രത്തിൽ നിന്നും ഈ തരംഗങ്ങൾ ഉയർന്നു വരുന്നത് ബഹിർമുഖത. അത് രണ്ട് രൂപത്തിൽ, സൂക്ഷ്മമായിട്ട് സ്ഥൂലമായിട്ട്. സമുദ്രത്തിൽ തരംഗങ്ങളുണ്ട്, അലകളുമുണ്ട്. അതിലാ തരംഗങ്ങളുടെ സ്ഥാനമാണ് മനസ്സിന്, ചിത്തത്തിന്. അതിലെ വലിയ അലകളുടെ സ്ഥാനമാണ് ഈ പ്രപഞ്ചത്തിൽ. ഇതെല്ലാം സമുദ്രത്തിന്റെ തന്നെ ഭാഗം തന്നെ, സമുദ്രത്തിൽ നിന്ന് വേർതിരിക്കാൻ കഴിയാത്ത ഭാഗം. ഇതിനെല്ലാം കാരണമായിരിക്കുന്നത് ഈ മായാവായുവാണ്. മായയാകുന്ന വായു വീശുന്നത് കൊണ്ട് അത് സംഭവിക്കുന്നു. സമുദ്രത്തിൽ വലിയ അലകളുണ്ടാകും. അലകൾ തുടങ്ങുന്ന അവിടെ നിന്ന് ചെറിയ തരംഗങ്ങളൊന്നും, ചെറിയ തരംഗങ്ങൾ വലിയ അലകളായി മാറുന്നു. തരംഗങ്ങളെ നിരോധിച്ചാൽ അലകളെയും നിരോധിക്കും. തരംഗമില്ലെങ്കിൽ പിന്നെ സമുദ്രത്തിൽ തിരമാലകൾ ഉണ്ടാകത്തില്ല. തുടക്കം അങ്ങനെയാണ്. ആ തരംഗങ്ങൾ കൂടിച്ചേർന്ന് വലുതായി വലിയ തിരമാലകളായി മാറും. അതുപോലെ ഈ സ്പന്ദനം, തുര്യന്റെ സൂക്ഷ്മമായ ചിത്തസ്പന്ദനങ്ങൾ തന്നെ രൂപാന്തരം പ്രാപിച്ച് സ്ഥൂലമായ ബാഹ്യമായ ദൃശ്യപ്രപഞ്ചമായി മാറുന്നു. സമാധിയിൽ എന്ത് സംഭവിക്കുന്നു? ഈ സൂക്ഷ്മമായ തരംഗങ്ങൾ തുര്യനോട് ഏകീഭവിക്കുന്നു. തരംഗങ്ങൾ തരംഗങ്ങളായി നിൽക്കുന്നില്ല, ജലമായി അവശേഷിക്കുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിൽ നിന്നുണ്ടാകുന്ന ഈ തിരമാലകളും ഇല്ലാതാകുന്നു. അതിനെ തുടർന്ന് വരുന്ന തിരമാലകളും പ്രത്യക്ഷമാകുന്നു. അങ്ങനെ സമാധിയിൽ പ്രപഞ്ചാനുഭവം ഉണ്ടാകുന്നില്ല. അതാണ് ഇവിടെ പറയുന്നത്. ഇവിടെ പറയുന്നതിന്റെ ആശയത്തെ പറയുകയാണ്. സമാധിയിൽ എന്തുകൊണ്ട് പ്രപഞ്ചാനുഭവം ഉണ്ടാകുന്നില്ല? കാരണം ഇതാണ്. കാരണം പ്രപഞ്ചവും ചിത്തവും തുര്യന്റെ തന്നെ സ്പന്ദനങ്ങളാണ്. പ്രപഞ്ച സ്ഥൂലം, ചിത്തസൂക്ഷ്മം. ഈ സ്ഥൂലമായ ഈ സ്പന്ദനത്തെ നേരിട്ട് നിരോധിക്കാൻ കഴിയത്തില്ല. മറിച്ച് സൂക്ഷ്മമായ സ്പന്ദനങ്ങളെ നിരോധിക്കാൻ കഴിയും. ഇവിടെ നിരോധിക്കുക എന്ന് പറയുമ്പോൾ ആ സമുദ്രത്തിനോട് ഏകീഭവിക്കുകയാണ്. തരംഗങ്ങൾ ജലം മാത്രമായി നിൽക്കുക. അങ്ങനെ നമുക്ക് സങ്കല്പിക്കാം. നമ്മൾ തരംഗരഹിതമായ സമുദ്രത്തെ നമ്മൾ കണ്ടിട്ടില്ല, നിശ്ചലമായ സമുദ്രം നമ്മൾ കണ്ടിട്ടില്ല. സമുദ്രത്തിൽ വായു വീശാതിരുന്നാൽ സമുദ്രത്തിൽ
ചെറിയ തരംഗങ്ങളുണ്ടായിരിക്കും, അത് നിശ്ചലമായിരിക്കില്ല, ചലിച്ചുകൊണ്ടേയിരിക്കും. ആ ചലനം കൂടി ഇല്ലാതായിത്തീരുക. അങ്ങനെ വരുമ്പോൾ അവിടെ ചിത്തം പ്രവർത്തിക്കുന്നില്ല. അതിന് ചിത്തത്തിന്റെ നിരോധാവസ്ഥ എന്ന് പറയും യോഗശാസ്ത്രത്തിൽ, അല്ലെങ്കിൽ നിരോധ പരിണാമം എന്ന് പറയുന്നു. ഇവിടെ തരംഗരഹിതമായി തന്നെ നിൽക്കുന്നു, ചിത്തം തുര്യനായി തന്നെ നിൽക്കുന്നു. ചിത്തത്തിന്റെ അമനീഭാവം എന്നും പറയുന്നു അദ്വൈതം. അവിടെ ചിത്തം വേറെ തുര്യൻ വേറെ അങ്ങനെ നിൽക്കുന്നില്ല. ആ അവസ്ഥയിൽ പിന്നീട് സ്ഥൂലമായ അലകളൊന്നും അവിടെ ഉണ്ടാകുന്നില്ല. ഇതിന് പ്രപഞ്ചഭാനമില്ല, കേവലം തുര്യനായി തന്നെ നിൽക്കുന്നു. അതാണ് ഇവിടെ പറയുന്ന സമാധി. അതിനുവേണ്ടി ആ ചിത്തതരംഗങ്ങൾ സമുദ്രാഭിമുഖമായി തീരുന്നതിനാണ് ധ്യാനം എന്ന് പറയുന്നത്. സമുദ്രത്തിൽ നിന്ന് തരംഗങ്ങൾ ഉണ്ടാകുമ്പോൾ സമുദ്രത്തിൽ നിന്ന് അത് ഉയർന്ന് ബഹിർമുഖമായി തീരുന്നു, പുറമേക്ക് പോകും. സമുദ്രത്തിനോടുള്ള ബന്ധം വിടാതെ തന്നെ സമുദ്രത്തിൽ നിന്നൊരു തരംഗം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഒരു തിരയുണ്ടാകുമ്പോൾ ഒരിക്കലും അതിന് സമുദ്രത്തിനോടുള്ള ബന്ധം വിടാൻ ഒക്കത്തില്ല. പക്ഷെ അത് സമുദ്രത്തിന്റെ ഭാഗമായിരുന്നുകൊണ്ട് തന്നെ സമുദ്രത്തിൽ നിന്ന് അത് ഉയർന്നു പൊങ്ങി വേറെ രൂപത്തെ പ്രാപിക്കാൻ ശ്രമിക്കുന്നു. അലയുടെയോ നുരയുടെയോ പതയുടെയോ ഒക്കെ രൂപങ്ങൾ പ്രാപിക്കാൻ ശ്രമിക്കുന്നു. ഇതാണ് ഈ തുര്യന്റെ സംസാരം, അല്ലെങ്കിൽ തുര്യന്റെ പ്രപഞ്ചാനുഭവം എന്ന് പറയുന്നു. ഇതിന് ബഹിർമുഖത എന്ന് പറയുന്നു. അവിടെ എന്ത് ചെയ്യുന്നു? ഈ തരംഗങ്ങൾ ബഹിർമുഖമായി സഞ്ചരിക്കുന്നു, സമുദ്രത്തെ വിട്ട് സഞ്ചരിക്കാൻ ശ്രമിക്കുന്നു. മായാവായുവിന്റെ പ്രേരണമുണ്ട്. തിരിച്ച് അത് സമുദ്രാഭിമുഖമായി തീരുന്നു. ഈ ചിത്തതരംഗങ്ങൾ ആത്മാഭിമുഖമാകുന്നു. അതിനാണ് അന്തർമുഖത അകമുഖത എന്ന് പറയുന്നത്. ഈ പ്രവർത്തനത്തെയാണ് ധ്യാനം എന്ന് പറയുന്നത്. ഈ ചിത്തം തന്നെ ആത്മാഭിമുഖമായി തീരുന്നു. അപ്പോൾ ആ തരംഗങ്ങൾ തന്നെ സമുദ്രത്തിലേക്ക് അമരുക. അതാണ് ഇവിടെ ഏകീഭവനം എന്ന് പറയുന്നത്. ഇവിടെ ആത്മധ്യാനത്തിൽ എല്ലാ ആചാര്യന്മാരും നിർദ്ദേശിക്കുന്നത് എന്താണ്? അന്തർമുഖമായി തന്നിലേക്ക് തന്നെ നോക്കുക, തന്നെ കാണാൻ ശ്രമിക്കുക. എന്തുകൊണ്ടാണ് കാണാൻ ശ്രമിക്കുന്നത്? തന്റെ തന്നെ മനസ്സുകൊണ്ട്. തന്റെ തന്നെ മനസ്സുകൊണ്ട് താൻ തന്നെ തന്റെ വാസ്തവ സ്വരൂപത്തെ കാണാൻ ശ്രമിക്കുന്നു. അപ്പോൾ തന്റെ വാസ്തവ സ്വരൂപം എന്ന് പറയുന്നത് തരംഗരഹിതനായിരിക്കുന്ന തുര്യൻ, നിസ്തരംഗ സമുദ്രം എന്ന് പറയുന്നു. ആ തുര്യനാണ് തന്റെ വാസ്തവ സ്വരൂപം. മനസ്സ് ആ വാസ്തവ സ്വരൂപത്തെ എങ്ങനെ കാണാൻ ശ്രമിക്കുന്നു? സച്ചിദാനന്ദ സ്വരൂപമായിട്ട്, സത്തും ചിത്തും ആനന്ദവുമായി. അല്ല, സത്യചിത്ത ആനന്ദ സ്വരൂപമായി തന്നെ വേണമെന്നില്ല, സദാത്മകമായി കാണാം, ചിസ്വരൂപത്തിൽ കാണാം, അല്ലെങ്കിൽ ആനന്ദ സ്വരൂപത്തിലും കാണാം, വെവ്വേറെയും കാണാം. അത് ഭാവനയിലൂടെ, അത് ശബ്ദാത്മകമായ ഭാവനയിലൂടെ ആണ് ഒരാൾ ധ്യാനിക്കുന്നത്. ഒരാൾക്ക് ശബ്ദത്തെ വിട്ടിട്ട് ധ്യാനിക്കാനൊക്കത്തില്ല. ഒരുപക്ഷെ നമ്മൾ കരുതിയിരിക്കും എന്താണ് ധ്യാനിക്കുമ്പോൾ ശബ്ദമില്ലെന്ന്. ശബ്ദത്തെ വിട്ടാൽ ധ്യാനമില്ല. അതുകൊണ്ട് ആ ശബ്ദത്തിലൂടെ ചിത്തം അന്തർമുഖമായി തന്റെ വാസ്തവ സ്വരൂപത്തോട് ഏകീഭവിക്കുന്നുണ്ട്. അവസ്ഥയെ ശബ്ദ അനുവിദ്ധ സമാധി എന്നാണ് അദ്വൈതികൾ പറയുന്നത്. ശബ്ദത്തെ പിന്തുടർന്നു വരുന്ന സമാധി. കാരണം ഭാവന ഒന്നിൽ സദാത്മകമായിട്ട് താൻ സത്സ്വരൂപനാണ് എന്നുവെച്ചാൽ ബാഹ്യമായി കാണുന്നതെല്ലാം, ചിത്തം ഉൾപ്പെടെയുള്ളതെല്ലാം നശിക്കുന്നതാണ്. നശിക്കാത്തതിനാണ് സത്തെന്ന് എന്ന് പറയുന്നത്. അപ്പൊ തന്റെ വാസ്തവ സ്വരൂപം സത്താണ്. അങ്ങനെ സത്സ്വരൂപത്തിൽ തന്നെ കുറിച്ച് തന്നെ ഭാവന ചെയ്യുന്നു, ചിത്തം തന്നെ ഭാവന ചെയ്യുന്നു. ആ ഭാവനയുടെ വിഷയവും ചിത്തം തന്നെ. പക്ഷെ ചിത്തത്തിന്റെ വാസ്തവമായ രൂപം അതിനെ ഭാവന ചെയ്യുന്നു. ബാഹ്യമായി കാണുന്നതെല്ലാം
നശ്വരമായ ജഡവസ്തുക്കളാണ്. അതിന് വിപരീതമാണ് തന്റെ സ്വരൂപം. അതുകൊണ്ടവിടെ തന്നെ ചിസ്വരൂപത്തിൽ ഭാവന ചെയ്യുന്നു. താൻ ചിത്താണ്, ജഡമല്ല, ചിസ്വരൂപത്തിൽ ഭാവന ചെയ്യുന്നു. അവിടെ എന്ത് ചെയ്യുന്നു? ഈ ചിത്തം തന്റെ ജഡമായ പരിണാമങ്ങളെല്ലാം വെടിഞ്ഞ്, ചിത്തത്തിന്റെ ജഡമായ പരിണാമമാണ് ഈ പ്രപഞ്ചം, ചിത്തത്തിന്റെ ജഡപരിണാമമാണ്, അതിനെല്ലാം വെടിഞ്ഞിട്ട് തന്റെ സ്വരൂപത്തിനോട് അഭിമുഖമായി ഏകീഭവിക്കുന്നു. അല്ലെങ്കിൽ ആനന്ദമായിട്ട് ഭാവന ചെയ്യുന്നു, താൻ ആനന്ദസ്വരൂപനാണ്. ഇവിടെ ബാഹ്യമായി കാണുന്ന അനൃത ജഡ ദുഃഖരൂപത്തിലുള്ള ഈ പ്രപഞ്ചത്തിൽ നിന്നും വേറിട്ട് തന്റെ യഥാർത്ഥ സ്വരൂപവും ആനന്ദമാണ് എന്ന് ചിത്തം തന്നെ ഭാവന ചെയ്യുന്നു. ഇവിടെയെല്ലാം എന്താണ് ഉപയോഗിക്കുന്നത്? ശബ്ദത്തെ. സത്ത്, ചിത്ത്, ആനന്ദം എന്നുള്ള ശബ്ദത്തെ. ശബ്ദം എന്നുള്ള മാധ്യമത്തിലൂടെ ചിത്തത്തിന്റെ വാസ്തവ സ്വരൂപത്തിലേക്ക് ചിത്തം സ്വയം അഭിമുഖമാകുന്നു. ആ അഭിമുഖമാകുന്നതിലൂടെ അത് ഏകീഭവിക്കുന്നു. എങ്ങനെയാണോ ഒരു തരംഗം സമുദ്രത്തിൽ നിന്ന് ഉയർന്നു പൊങ്ങുമ്പോൾ അത് ബഹിർമുഖമാകുന്നു, ബാഹ്യമായി തീരുന്നു. തിരിച്ചത് സമുദ്രത്തിലേക്ക് പതിക്കുമ്പോഴോ അത് സമുദ്രത്തിനോട് അഭിമുഖമാകുന്നു എന്ന് പറയാം. കാരണം അതതിന്റെ ആ വടിവിനെ വിടുന്നു. ചിത്തത്തിന്റെ ഏത് രൂപത്തെയാണ് അത് ഉപേക്ഷിക്കുന്നത്? സത്തിന് വിപരീതമായ അസത്ത്, ചിത്തിന് വിപരീതമായ ജഡം, ആനന്ദത്തിന് വിപരീതമായ ദുഃഖം. ഇതാണ് ഈ ജീവൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ചിത്തത്തിന്റെ ഭാവങ്ങൾ. ഈ ഭാവങ്ങളെല്ലാം ചിത്തം വിടുന്നു. സമുദ്രത്തിലെ തരംഗങ്ങൾ അതിന്റെ നാമരൂപങ്ങളെ വിടുന്നു. അതാണ് അതിന്റെ അഭിമുഖീകരണം എന്ന് പറയുന്നത്. എന്നിട്ടതാ കേവല ജലമായി തന്നെ തീരുന്നു. ജലമെന്നുള്ള രൂപത്തിൽ തന്നെ നിൽക്കുന്നു. അതിന് തിരയെന്നോ തരംഗമെന്നോ ഒന്നും പറയാൻ കഴിയാത്ത രീതിയിലായിത്തീരുന്നു. അതുപോലെ അതിന് നമ്മൾ പറയുന്നത് എന്താണ്? ആ തിര സമുദ്രത്തിലൂടെ അമർന്ന് അതിനോട് ഏകീഭവിച്ചു. അതുപോലെ ഈ ചിത്തം സച്ചിദാനന്ദ ഭാവനയിലൂടെ, അതല്ലെങ്കിൽ തുര്യനെന്നുള്ള ശബ്ദാത്മകമായ ഭാവനയിലൂടെ ആ വാസ്തവ സ്വരൂപത്തോട് ക്രമേണ അഭിമുഖമായിത്തീരുന്നു. അത് ശബ്ദമെന്നുള്ള മാധ്യമത്തിലൂടെയാണ് അത് സംഭവിക്കുന്നത്. ഭാവന ശബ്ദത്തിലൂടെ സാധ്യമാകും. മറ്റു ധ്യാനങ്ങളിൽ നിന്നുള്ള പ്രത്യേകത എന്താണ്? വിശേഷത എന്താണ്? മറ്റു ധ്യാനങ്ങളിൽ ശബ്ദവും രൂപവുമുണ്ട്, ഒരാകാരം കൂടെയുണ്ട്. നമ്മൾ ദേവിയെയോ ദേവനെയോ എല്ലാം ഭാവന ചെയ്യുന്നിടത്ത് ശബ്ദം മാത്രമല്ല, ശിവനെന്നോ പരാശക്തി എന്നോ എല്ലാം പറയുന്നിടത്ത് ശബ്ദത്തോടൊപ്പം രൂപമുണ്ട്. ഇവിടെ കേവലം ശബ്ദഭാവന, രൂപഭാവനയില്ല. കാരണം ഇവിടെ ധ്യാനിക്കുന്ന അരൂപമായ ഒന്നിനെയാണ്. അരൂപമായ ഒന്നിനെ സംബന്ധിച്ചുള്ള നമ്മുടെ ഭാവന തുര്യനെന്നോ, തുര്യനെന്ത് രൂപം കൽപ്പിക്കാൻ പറ്റും? ശംഖചക്ര ഗതകളൊന്നും കൂടെ സങ്കല്പിക്കാൻ വയ്യ. ഗംഗയും സർപ്പവും ജഡയും ഒന്നും അവിടെ ഇല്ല. അപ്പൊ അത്തരം ഭാവനകളൊന്നും ഇല്ലാതെ കേവലം ശബ്ദത്തെ മാത്രം ആശ്രയിച്ചുള്ള സച്ചിദാനന്ദ ഭാവന, അല്ലെങ്കിൽ തുരീയ ഭാവന, അല്ലെങ്കിൽ അഹംഭാവന. അഹംഭാവന എന്ന് പറഞ്ഞാലും അത് തന്നെ. അവിടെ ശബ്ദത്തെ ആശ്രയിക്കുന്നത്, രൂപത്തെ ആശ്രയിക്കുന്നത്. ഇതാണ് യോഗശാസ്ത്രത്തിൽ നിർദ്ദേശിക്കുന്ന ധ്യാന രീതികളിൽ നിന്നും അദ്വൈതശാസ്ത്രത്തിൽ നിർദ്ദേശിക്കുന്ന ധ്യാന സമ്പ്രദായത്തിന്റെ പ്രത്യേകത. ഇവിടെ ശബ്ദഭാവന മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ശബ്ദാനുവിദ്ധമായ സമാധി, ശബ്ദത്തെ പിന്തുടർന്നു വരുന്ന ഭാവനയിലൂടെ ഈ മനസ്സ്, ഭാവന ചെയ്യുന്ന മനസ്സ് തന്നെ അതിന്റെ അനൃത ജഡ ദുഃഖരൂപത്തെ വിട്ടിട്ട് അത് കേവലം ചിസ്വരൂപമായി ചിന്മയമായി പ്രകാശിക്കുന്നു. അങ്ങനെ പ്രകാശിക്കുന്ന അതിനെ സമാധി എന്ന് പറയുന്നു. അദ്വൈതത്തിൽ പറയുന്ന സമാധി. അതിൽ തന്നെ യോഗശാസ്ത്രത്തിൽ പറയുന്നത് പോലെ സംപ്രജ്ഞാതം അസംപ്രജ്ഞാതം എന്നെല്ലാം അതിന്റെ അനുഭവത്തിന്റെ നിലയിൽ ഇവിടെയും വേർതിരിക്കുന്നുണ്ടെങ്കിലും ആത്യന്തികമായി
ആ സമാധിയുടെ അനുഭവം എന്ന് പറയുന്നത് സച്ചിദാനന്ദ അനുഭവമാണ്. സദനുഭവമെന്നോ ചിദനുഭവമെന്നോ ആനന്ദാനുഭവമെന്നോ പറയാവുന്നുള്ള ഒന്നാണ്. ചിത്തം നാമരൂപങ്ങളെ വെടിഞ്ഞ് നാമരൂപങ്ങളെ വെടിഞ്ഞ് എന്ന് പറയുമ്പോൾ ചിത്തത്തെക്കുറിച്ചുള്ള നമ്മുടെ അനുഭവം, ചിത്തത്തെക്കുറിച്ചുള്ള നമ്മുടെ സങ്കല്പങ്ങളിൽ നാമരൂപങ്ങളുണ്ട്. ചിത്തത്തിന്റെ നാമം ചിത്തമെന്ന് തന്നെ, പക്ഷെ അത് അനേക രൂപങ്ങളെ പ്രാപിക്കുന്നു. എങ്ങനെ? കാമം, ക്രോധം, ഈർഷ്യ, അസൂയ, ലജ്ജ, ഇതൊക്കെയാണ് ഇതിന്റെ രൂപങ്ങൾ. പല ഭാവങ്ങളെ അത് പ്രാപിക്കുന്നു. അപ്പൊ ചിത്തം അതിൻ്റെതായ നാമത്തെയും രൂപങ്ങളെയും, ഈ രൂപങ്ങളെല്ലാം നമുക്ക് അനുഭവമുള്ളതുമാണ്. കാമം എന്താണെന്ന് നമുക്കറിയാം, ക്രോധം എന്താണെന്നറിയാം, പല രൂപങ്ങളാണത്. ചിത്തം എന്നുള്ള ഒരേ വസ്തു തന്നെ ഈ നാനാരൂപങ്ങളെ പ്രാപിക്കുന്നു. ഈ രൂപങ്ങളെയെല്ലാം അത് വെടിഞ്ഞിട്ട് അത് തന്നിലേക്ക് തന്നെ അഭിമുഖമായി തന്റെ വാസ്തവ സ്വരൂപത്തോട് ഏകീഭവിക്കുന്നു. ഏതുപോലെ ഒരു തരംഗം സമുദ്രമായി മാറുന്നത് പോലെ. അത് അങ്ങനെ മാറാതിരുന്നപ്പോഴും ജലം തന്നെ, സമുദ്രമായി മാറുമ്പോഴും അത് ജലം തന്നെ. അതിന്റെ ജലം എന്നുള്ള രൂപത്തിന് മാറ്റം വരുന്നില്ല. അതുകൊണ്ടാണ് പലയിടത്തും പറയുന്നത് എന്താണ്? മനസ്സ് തന്നെ ബ്രഹ്മം, മനസ്സ് തന്നെ ആത്മാവ്. തുര്യൻ സ്പന്ദിച്ച് മനസ്സായിരിക്കുമ്പോഴും അത് മറ്റൊന്നായി മാറുന്നില്ല. പക്ഷേ മറ്റൊന്നുപോലെ നമുക്ക് അനുഭവപ്പെടുന്നു, വാസ്തവത്തിൽ മാറാതെ തന്നെ. അതിന് കാരണമായിരിക്കുന്ന എന്താണ്? ഈ മായയാകുന്ന വായു. ഈ നിസ്തരംഗ സമുദ്രത്തിൽ തരംഗങ്ങളെ സൃഷ്ടിക്കുന്നത്. ആ മായ വായു വീശിയിരിക്കുന്നിടത്തോളം കാലം, അത് വീശിക്കൊണ്ടിരിക്കുന്നിടത്തോളം കാലം ഈ ചിത്തത്തിന് ഏകീഭവനം സംഭവിക്കുന്നുമില്ല. ഒരാൾ ധ്യാനിക്കാൻ ശ്രമിക്കുന്നു, ആത്മധ്യാനത്തിന് തന്നെ ശ്രമിക്കുന്നു, ഇത്തരം ഭാവനകൾ ചെയ്യുന്നു. പക്ഷെ മനസ്സിൽ ആ ഭാവനയെ തുടരാൻ കഴിയുന്നില്ല. മനസ്സിൽ മറ്റ് ഭാവനകൾ കടന്നു വരുന്നു, ആത്മഭാവനയല്ല. സത്ത്, ചിത്ത്, ആനന്ദമെന്നോ തുര്യമെന്നോ എന്ന ശബ്ദഭാവനയ്ക്ക് പകരം ഞാനെന്നും നീയെന്നും തുടങ്ങി പ്രപഞ്ചഭാവനകൾ, അതും ശബ്ദാത്മകമായി രൂപാത്മകമായി കടന്നു വരുന്നു. നാമരൂപാത്മകമായ പ്രപഞ്ചഭാവനകൾ മനസ്സിലേക്ക് കടന്നു വരുന്നു. ഭാവനയിൽ, ആത്മഭാവനയിൽ മനസ്സുറയ്ക്കുന്നില്ല. എന്തുകൊണ്ടത് സംഭവിക്കുന്നു? ഈ മായാവായു ശക്തമായി വീശുന്നതുകൊണ്ട്. ഇത് ശക്തമായി ഈ തുരീയ സമുദ്രത്തിൽ വീശിക്കൊണ്ടിരുന്നാൽ അവിടെ ഇത്തരത്തിലുള്ള നാനാതരത്തിലുള്ള ഭാവങ്ങൾ ഉയർന്നു വന്നുകൊണ്ടേയിരിക്കും. സമുദ്രത്തിലെ തിരകളും ചുഴികളും എന്നതുപോലെ ഇവിടെയും നിരന്തരമായ പ്രപഞ്ചഭാവനകൾ ഉള്ളിൽ കടന്നു വരുമ്പോൾ അത് പ്രത്യക്ഷമായ അനുഭവ രൂപത്തിലും സ്മൃതി രൂപത്തിലും വരും. കണ്ടതിനെയും കേട്ടതിനെയും അറിഞ്ഞതിനെയും എല്ലാം സ്മരിച്ചുകൊണ്ടിരിക്കും ധ്യാനിക്കുന്നു. അല്ലെങ്കിൽ അത് അവസാനമില്ലാത്ത ഭാവനകളിലായിരിക്കും, സങ്കല്പങ്ങളിലായിരിക്കും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രത്യക്ഷമായ ബാഹ്യമായ അനുഭവങ്ങളിലായിരിക്കും. ഈ മൂന്ന് തരത്തിലും മനസ്സിങ്ങനെ ചലിച്ചുകൊണ്ടേയിരിക്കും. ഈ മായാവായുവിന്റെ പ്രേരണ കൊണ്ട് അതിന്റെ സ്ഥൂലമായ ഭാവങ്ങളാണ് ഈ പ്രപഞ്ചാനുഭവം. സ്മരണകളും ഭാവനകളും സങ്കല്പങ്ങളുമെല്ലാം അതിന്റെ സ്ഥൂലമായ ഭാവങ്ങളാണ്. ആ മായാവായുവിന്റെ സൂക്ഷ്മമായ പ്രവർത്തനം ഈ ചിത്തത്തിൽ നടക്കുന്നതാണ് ഉള്ളിൽ പൊന്തി വരുന്ന രാഗദ്വേഷങ്ങളും മറ്റും. അതാണ് വാസ്തവത്തിൽ ചിത്തത്തെ വ്യതിചലിപ്പിക്കുന്നത്. ഉള്ളിൽ വരുന്ന രാഗം, കാമം, ഇച്ഛ, ഇത് ചിത്തത്തെ ബഹിർമുഖമാക്കും. അത് സൂക്ഷ്മമായി ഈ മായാവായു ഉള്ളിൽ പ്രവർത്തിക്കും. ഉള്ളിൽ പ്രവർത്തിക്കുമ്പോൾ ഉള്ളിൽ രാഗം ഉണർന്നു വരും. രാഗം ഉണർന്നു വരുമ്പോൾ മനസ്സ് മറ്റു വിഷയങ്ങളിലേക്ക് പോകും. ആ വിഷയങ്ങളെക്കുറിച്ച് സ്മരിക്കാൻ തോന്നും, വിഷയങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ തോന്നും, ഭാവന ചെയ്യാൻ തോന്നും, സങ്കല്പിക്കാൻ തോന്നും. ഇതിനെല്ലാം കാരണമായിരിക്കുന്നത് ഉള്ളിൽ സൂക്ഷ്മമായി പ്രവർത്തിക്കുന്ന ഈ രാഗവായുവാണ്. അതെല്ലാം മായയുടെ ഭാവങ്ങൾ, സ്ഥൂലവും സൂക്ഷ്മമായിട്ടുള്ള ഭാവങ്ങൾ.
ഇതിൽ നിന്ന് മോചനം നേടാതെ ഒരാൾക്ക് ഒരിക്കലും ധ്യാനത്തിലൂടെ മനസ്സിന് ആത്മാഭിമുഖമാക്കാൻ സാധ്യമല്ല. ഏതെങ്കിലും ഒരു രൂപത്തിലോ നാമത്തിലോ കുറച്ചു സമയം മനസ്സിനെ പിടിച്ചു നിർത്താൻ കഴിഞ്ഞെന്ന് വരാം. പക്ഷേ മനസ്സൊരിക്കലും ആത്മാഭിമുഖമാകത്തില്ല. ആത്മാഭിമുഖമായി കഴിഞ്ഞാൽ മനസ്സ് അവിടെ ശാന്തമായി ഏകീഭവിക്കും. തരംഗങ്ങൾ നിശ്ചലമായി ജലം മാത്രമാണ്. തരംഗമില്ലാത്ത ജലമായി മാറും, തിരകളില്ലാത്ത ജലമായി മാറണം. അത് സംഭവിക്കത്തില്ല. അവിടെ കാറ്റ് വീശിക്കൊണ്ടിരുന്നാൽ എങ്ങനെ സംഭവിക്കും? അപ്പോൾ ഉള്ളിൽ ഈ കാറ്റ് വീശിക്കൊണ്ടിരിക്കുമ്പോൾ, രാഗരൂപത്തിലും ദേശരൂപത്തിലും എല്ലാം ഉള്ള കാറ്റ് വീശിക്കൊണ്ടിരിക്കുമ്പോൾ ഒരാൾക്ക് ആത്മധ്യാനവും സമാധിയും അസാധ്യമാണ്. അതുകൊണ്ടാണ് നമ്മൾക്ക് പരാതി പറയേണ്ടി വരുന്നത്. എന്താണ്? ധ്യാനിക്കുമ്പോൾ മനസ്സ് നിൽക്കുന്നില്ല, മനസ്സ് ബഹിർമുഖമായി പോകുന്നു എന്ന് പറയുന്നു. അവിടെ കൂടുതൽ ശ്രമം നടത്തിയാലോ ഇത് ശക്തമായിരിക്കുമ്പോൾ, ഉള്ളിൽ രാഗദ്വേഷ വായുക്കൾ ശക്തമായിരിക്കുമ്പോൾ ധ്യാനിക്കാൻ ഒരാൾ ബലം പ്രയോഗിച്ചെന്നിരിക്കട്ടെ, അത് ശ്രമമായിത്തീരും. ശ്രമം മനസ്സിനെ തളർത്തും. മനസ്സ് തളർന്നാൽ അത് ലയിച്ചു പോകും. അതാണ് ഇവിടെ പറഞ്ഞത്. ഉറക്കം വരുമെന്ന് ഇവിടെ പറഞ്ഞത്. നിദ്ര സംഭവിക്കുമെന്ന് പറഞ്ഞാൽ ധ്യാനത്തിൽ നിദ്ര വരുന്നു എന്ന് പറയുന്നതാണ്. കാരണം ധ്യാനത്തിന് തയ്യാറാകുന്ന മനസ്സ് വളരെ തരളവും സൂക്ഷ്മവുമാവും. വളരെ തരളവും സൂക്ഷ്മവുമാകുമ്പോൾ ചെറിയൊരു ശ്രമം പോലും അതിന് സഹിക്കാൻ പറ്റത്തില്ല. ചെറിയൊരു പ്രയത്നം പോലും അതിന് സഹിക്കാൻ കഴിയത്തില്ല. അതിന് ആ സഹനശേഷി കുറഞ്ഞു വരുന്നതുകൊണ്ട് എന്ത് ചെയ്യും? അത് തളർന്നു പോകും. ആ തളർച്ചയാണ് ഉറക്കമെന്ന് പറയുന്നത്. സാധാരണ ധ്യാനിക്കാതിരിക്കുമ്പോഴും അങ്ങനെയാണ്. ശ്രുതിയിൽ തന്നെ പറയും എന്താണോ? ജാഗ്രതത്തിലെയും സ്വപ്നത്തിലെയും പ്രയത്നം. ആ പ്രയത്നം കൊണ്ട് മനസ്സ് ക്ഷീണിക്കുന്നു. ആ ക്ഷീണിച്ച മനസ്സിന് വിശ്രമം ആവശ്യമാണ്. ആ വിശ്രമമാണ് ഉറക്കം എന്ന് പറയുന്നത്. അത് മനസ്സിന്റെ സാംസാരിക പ്രവർത്തനങ്ങൾ കൊണ്ട് മനസ്സിന് വരുന്ന സ്വാഭാവികമായ ഒരു പരിണാമമാണ് ഉറക്കം. ഇവിടെ അതല്ല. ഇവിടെ ധ്യാനത്തിന് ഒരാൾ തയ്യാറെടുക്കുമ്പോൾ മനസ്സിന് കൂടുതൽ സൂക്ഷ്മമാകേണ്ടി വരുന്നു, മനസ്സ് കൂടുതൽ മൃദുവാകേണ്ടി വരുന്നു, മനസ്സതിന്റെ സ്ഥൂലമായ വിഷയങ്ങളെല്ലാം വെടിയുന്നു, മനസ്സതിന്റെ സൂക്ഷ്മമായ ഭാവങ്ങളെ കൈക്കൊള്ളുന്നു. ആ സമയത്ത് അതിന് ശ്രമത്തെ താങ്ങാൻ പറ്റത്തില്ല. അതുകൊണ്ട് ആണ് ധ്യാനത്തിൽ ഉറങ്ങിപ്പോകുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് എന്താണ്? ധ്യാനത്തിൽ ശ്രമം പാടില്ല എന്ന് പറയുന്നു. ശ്രമമാകാം, യമനിയമാദികൾക്കും മറ്റും നമുക്ക് ശ്രമമാകാം. ധ്യാനത്തിനുള്ള തയ്യാറെടുപ്പുകളിൽ ശ്രമമാകാം. പക്ഷെ ധ്യാനത്തിൽ ശ്രമം വരാൻ പാടില്ല. വിശേഷിച്ചു ആത്മധ്യാനത്തിൽ. ധ്യാനത്തിൽ ശ്രമം വന്നു കഴിഞ്ഞാൽ മനസ്സ് ക്ഷീണിച്ച് മനസ്സ് നിദ്രാവസ്ഥയെ പ്രാപിക്കും. അല്ലെങ്കിൽ ഇവിടെ വേറൊരവസ്ഥയെക്കുറിച്ച് പറയുന്നത് എന്താണ്? സകഷായം എന്ന് പറയുന്നു. കഷായം എന്ന് പറയുന്ന ഒരവസ്ഥയെ പ്രാപിക്കുന്നു. കഷായം എന്ന് പറയുന്ന അവസ്ഥ എന്താണ്? ഒന്നും തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥ. അതാണ്. അയാൾ ഉറങ്ങുന്നില്ല, എന്നാൽ ഉണർന്നിരിക്കുന്നുമില്ല. എന്നാൽ അയാൾക്ക് ധ്യാനം എന്ന് പറയുന്ന പ്രക്രിയ അവിടെ സംഭവിക്കുന്നുമില്ല. അങ്ങനെ മനസ്സ് സ്തബ്ധമായിരിക്കുന്ന അവസ്ഥ, അതാണ് കഷായം. അതിനും എന്താ അങ്ങനെ കാരണം പറയുന്നത്? ഈ മായയുടെ പ്രവർത്തനം തന്നെ. മായ വളരെ സൂക്ഷ്മമായി പ്രവർത്തിക്കുന്നു. ഇവിടെ ഭാഷ്യകാരൻ പറഞ്ഞു എന്താണ്? രാഗദ്വേഷങ്ങളുടെ ബീജം, സംസ്കാരം മനസ്സിനെ നിശ്ചലമാക്കി കളയുന്നു. പറഞ്ഞല്ലോ, ധ്യാനിക്കണമെങ്കിൽ മനസ്സ് സൂക്ഷ്മമായാലേ പറ്റൂ, ആത്മാഭിമുഖമായാലേ പറ്റൂ. അവിടെ കൃത്രിമമായ യത്നം മനസ്സിനെ തളർത്തും. പക്ഷേ സഹജമായൊരു യത്നം അതവിടെ ആവശ്യമാണ്. സഹജമായ യത്നം എന്ന് പറയുന്നത് സമുദ്രത്തിൽ നിന്നും ഒരു തരംഗം ഉയർന്നു കഴിഞ്ഞാൽ തിരിച്ചത്
സമുദ്രത്തിലേക്ക് പതിക്കുന്നതിനുള്ള യത്നം, അതിന് നമുക്ക് സഹജമെന്ന് പറയും. അതിനെ ഉയർന്നു വരുന്നതിന് പ്രേരിപ്പിച്ച എന്താണ്? വായു. മായാവായുവാണ് അതിനെ ഉയർത്തിയത്. പക്ഷെ അത് തിരിച്ചു പോകുന്നതിന് ഒരു പ്രയത്നത്തിന്റെ ആവശ്യമില്ല. അത് ഉയർന്നതുകൊണ്ട് തന്നെ അത് തിരിച്ചു പോകും. അത് അനായാസമായ പോക്കാണ്, സഹജമായ ഒരു പോക്കാണ്. അതുപോലെ മനസ്സ് ഭാവന വരുമ്പോൾ, ഇവിടെ പറയുന്നത് എന്താണ്? ശബ്ദഭാവന. ശബ്ദഭാവനയാണ് മനസ്സിനെ സമാധിയിലെത്തിക്കുന്നത്. ആ ശബ്ദഭാവനയെക്കുറിച്ച് ഞാൻ മുമ്പ് പറഞ്ഞു. സച്ചിദാനന്ദ ഭാവന, തുരീയ ഭാവന, അല്ലെങ്കിൽ അഹം ഭാവന, ഇത്തരം ഭാവനകൾ മനസ്സിൽ വരുമ്പോൾ മനസ്സ് മറ്റൊന്നിന്റെ ആവശ്യമില്ല. മനസ്സ് അനായാസമായി തന്നെ അത് എങ്ങനെയാണോ തരംഗങ്ങൾ ജലത്തിലേക്ക് പതിക്കുന്നു, സമുദ്രത്തിലേക്ക് പതിക്കുന്നു, അതുപോലെ ഈ മനസ്സ് തുര്യനിലേക്ക് ഭവിക്കണം, ഏകീകരണം സംഭവിക്കണം. അതിന് ഒരു പ്രയത്നം ആവശ്യമില്ല. പക്ഷേ അവിടെ ഒരു മനസ്സിനൊരു പരിണാമം സംഭവിക്കുന്നു. മനസ്സ് മുൻവരുന്ന ഭാവത്തിലേക്കല്ല, മനസ്സ് ബഹിർമുഖമായാണ് മുൻവരുന്നത്. തരംഗമായും തിരകളായും ഇരിക്കുമ്പോൾ മനസ്സവിടെ ബഹിർമുഖമായിരിക്കുകയാണ്. അവിടെ വലിയ പ്രയത്നം ആവശ്യമുണ്ട്. വായുവിന്റെ ശക്തിക്കനുസരിച്ചാണ് തരംഗത്തിന്റെ ശക്തി, തിരയുടെ ശക്തി. അപ്പോൾ അവിടെ മായയാണ് അത് നിർണ്ണയിക്കുന്നത്. എത്രമാത്രം ബഹിർമുഖമാകണം, അത് എന്തെല്ലാം വിഷയങ്ങളെ സൃഷ്ടിക്കണം, ആ മനസ്സിന്റെ പ്രപഞ്ചം എത്ര വലുതായിരിക്കണം, ഇതെല്ലാം തീരുമാനിക്കുന്ന മായയാണ്. പക്ഷേ മനസ്സിൽ ആത്മഭാവന വരുമ്പോൾ അവിടെ അത് സ്വയം തന്നെ എങ്ങനെയാണോ ആ തിര സമുദ്രത്തിലേക്ക് അമരുന്നത്, അതുപോലെ മനസ്സ് തന്നിലേക്ക് തന്നെ അമർന്നു പോകും. അത് ഭാവനയുടെ ദൃഢത അനുസരിച്ചിരിക്കും. തുരീയ ഭാവനയുടെ അല്ലെങ്കിൽ സച്ചിദാനന്ദ ഭാവനയുടെ ദൃഢതയനുസരിച്ച് അത് അനായാസമായി സംഭവിക്കുന്നു. അങ്ങനെ സംഭവിക്കുമ്പോൾ അതിനെ ആരെങ്കിലും ഇടയ്ക്ക് വന്ന് തടഞ്ഞാൽ, സമുദ്രത്തിൽ നിന്ന് ഒരു തിര ഉയർന്നു, അത് തിരിച്ച് സമുദ്രത്തിലേക്ക് പതിക്കാതെ നമ്മൾ അതിനെ നമ്മുടെ കൈക്കുമ്പിളിൽ കോരിയെടുത്തു കഴിഞ്ഞാൽ ആ സമുദ്രത്തിൽ നിന്ന് വേറിട്ട് നിൽക്കും. തിരയായും അത് നിൽക്കത്തില്ല, നമ്മൾ കോരിയെടുക്കുന്ന പാത്രത്തിലിരിക്കും. അതുപോലെ ഇതിന്റെ ഈ തിരിച്ചുള്ള പോക്ക് മനസ്സിന്റെ, അതിനെ രാഗദ്വേഷ ബീജങ്ങൾ തടഞ്ഞു കഴിഞ്ഞാൽ മനസ്സ് എങ്ങുമില്ലാത്ത ഒരവസ്ഥയിലിരിക്കും. അത് ഏതുപോലെ ഇരിക്കും? നമ്മൾ ഉന്മേഷത്തോടുകൂടി ദൈനംദിന കാര്യങ്ങളിൽ പ്രവർത്തിക്കുന്നു, കർമ്മരംഗത്ത് പ്രവർത്തിക്കുന്നു. അങ്ങനെ കർമ്മരംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കെ പെട്ടെന്ന് മനസ്സ് ആ ഉന്മേഷത്തെ കൈവിടുന്നു. നമുക്ക് സാധാരണ അനുഭവമുള്ള കാര്യമാണ്. നമ്മൾ പറയും എന്താണ്, ഒരു മൂടില്ല മനസ്സിന്, പ്രവർത്തിക്കാനൊരു ഉത്സാഹം തോന്നുന്നില്ല, മനസ്സിനൊരു വിഷണ്ണത. അതിന് ഹേതു പറയാൻ പറ്റത്തില്ല, എന്തുകൊണ്ടങ്ങനെ സംഭവിച്ചു എന്ന്. അപ്പോൾ മനസ്സിന്റെ ഊർജ്ജസ്വലതയെ നഷ്ടപ്പെടുത്തി മനസ്സിനൊരു മന്ദത, അത് നമ്മുടെ വ്യവഹാര രംഗത്ത് നമുക്ക് അനുഭവപ്പെടാറുണ്ട്. അതിന് നമ്മളെന്ത് പറയും? ബുദ്ധി ഇവിടെ ഒരു മാന്ദ്യം എന്ന് വേണമെങ്കിൽ പറയാം. ഉന്മേഷമില്ലാത്ത അവസ്ഥ, അത് ഏത് സമയം മനസ്സിലേക്ക് കടന്നു വരാം. പിന്നീട് അതിന്റെ പിടിയിൽ നിന്ന് മനുഷ്യൻ മോചിതനാകണം. ഇത് വളരെ ദീർഘകാലം നിലനിൽക്കുന്നതിനാണ് വിഷാദമെന്നും മറ്റും പറയുന്നത്. ഒന്നിനും താല്പര്യമില്ലാതെ മനസ്സ് കേവലം അന്തർമുഖതയെ മാത്രം ആഗ്രഹിക്കുക, എന്നാൽ അന്തർമുഖത കൊണ്ട് മനസ്സിന് കിട്ടേണ്ട ഗുണങ്ങളൊന്നും അതിന് കിട്ടാതിരിക്കും. അതിന് നമ്മൾ ദീർഘവിഷാദമെന്ന് പറയും. എല്ലാ മനുഷ്യർക്കും വിഷാദം ഉണ്ടാകാറുണ്ട്, അത് അല്പസമയത്തേക്ക്, ഒരു ഉന്മേഷമില്ലായ്മ. ഇതുപോലെ ഒരു അവസ്ഥ ധ്യാനിക്കുന്ന സമയത്തും വന്നു ചേരും. ധ്യാനിക്കുന്ന സമയത്തെന്ന് പറയുമ്പോൾ ധ്യാനത്തിൽ തന്നെ വന്നു ചേരും. മനസ്സിനൊരു എത്തും പിടിയും കിട്ടാതിരിക്കുക, ബഹിർമുഖമായി ഈ പ്രപഞ്ചത്തെ കാണാനോ പ്രപഞ്ചത്തിന്റെ ഗുണദോഷങ്ങൾ അനുഭവിക്കാനോ സുഖവും ദുഃഖവും അനുഭവിക്കാനോ ഒന്നും മനസ്സിന് കഴിയാതിരിക്കുക, അന്തർമുഖമായി ആത്മശാന്തിയിൽ മനസ്സെത്തിച്ചേരാതിരിക്കുക. രണ്ടിന്റെ ഇടയിലുള്ള ഒരവസ്ഥ. അതിനിവിടെ കഷായം എന്ന് പറയും. മനസ്സിന്റെ ഉന്മേഷമില്ലായ്മ, മനസ്സിന്റെ മന്ദത, ഇതും ധ്യാനത്തിൽ സംഭവിക്കാം. സുഷുപ്തിയല്ല. സുഷുപ്തിയിൽ എന്ത് ചെയ്യുന്നു? മനസ്സ് വിലയിച്ചു പോകുന്നു. കഷായത്തിൽ മനസ്സ് വിലയിക്കുന്നില്ല, മനസ്സ് പ്രവർത്തനരഹിതമായി പോകുന്നു. മനസ്സങ്ങനെ നിലനിൽക്കുന്നു.
പക്ഷെ മനസ്സ് മന്ദമായി പ്രവർത്തിക്കുന്നു എന്ന് വേണമെങ്കിലും പറയാം. അവിടെ നിന്നും രക്ഷപ്പെടണം. ആ ഒരവസ്ഥയിൽ നിന്നും മനസ്സിനെ മാറ്റിയെടുത്ത് മനസ്സിനെ ശബ്ദഭാവനയിലൂടെ സ്വസ്വരൂപത്തിലേക്ക് ഏകീഭവിക്കണം. അതിന് ഒന്ന് മുഖ്യമായും വേണ്ടത് ഈ ആത്മസ്വരൂപത്തെക്കുറിച്ചുള്ള ശരിയായ ധാരണ, സ്വസ്വരൂപത്തെക്കുറിച്ചുള്ള വ്യക്തമായ ബോധം. അതിനാണ് നമ്മളിവിടെ അദ്വൈത തത്വചിന്തയിൽ ജ്ഞാനം എന്ന് പറയുന്നു. ജ്ഞാനം കൊണ്ടേ മോക്ഷം ഉണ്ടാകും എന്ന് പറയുന്ന അതാണ്. അപ്പോൾ ആത്മബോധം എന്ന് പറയുന്നത് അത് തന്നെയാണ്. ഈ കഷായത്തെ, മനസ്സിന്റെ ഈ കഷായ അവസ്ഥയെ, ഈ ദോഷത്തെ ജ്ഞാനം കൊണ്ട് വേണം പരിഹരിക്കാൻ. എങ്ങനെ? നല്ലവണ്ണം അഗ്നി ജ്വലിക്കുമ്പോൾ പുക നഷ്ടപ്പെടുന്നത് പോലെ, അഗ്നിയെ നമ്മൾ ജ്വലിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ പുക പ്രത്യക്ഷമാകുന്ന പോലെയാണ് ഈ കഷായം മനസ്സിൽ വരുന്നത്. ധ്യാനാഗ്നിയെ ഒരാൾ ജ്വലിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഈ കഷായ പുക അവിടെ വരും, വന്നിട്ടൊരു അവ്യക്തതയെ സൃഷ്ടിക്കും. പക്ഷേ അവിടെ എന്ത് വരുന്നു? ഈ ജ്ഞാനപ്രകാശം കൊണ്ട്. ഭാവന എന്ന് പറയുന്നത് എന്താണ്? അത് ജ്ഞാനം തന്നെ. ആത്മഭാവന എന്ന് പറയുന്നത് ആത്മജ്ഞാനം തന്നെ. അതാണ് മുമ്പ് പറഞ്ഞ എന്താണ് അതിന്റെ ദൃഢത. ഈ ദൃഢത എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ വ്യക്തതയാണ് ഇവിടെ ദൃഢത എന്ന് പറയുന്നത്. ആ ജ്ഞാനത്തിന്റെ വ്യക്തതയിൽ എന്തുവരുന്നു? ഈ കഷായം മാറുന്നു, ഉറക്കവും മാറുന്നു. നമ്മൾ ഉറങ്ങി സാധാരണഗതി ജാഗ്രത ഉണർന്നിരിക്കുന്ന സമയത്ത് നമ്മൾ അറിയാതെ നമ്മൾ ഉറക്കത്തിലേക്ക് പോകാറുണ്ട്. ഏത് സമയം പോകാം. അത് സത്സംഗം ശ്രവിക്കുമ്പോഴാകാം, മറ്റെന്തെങ്കിലും പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുമ്പോഴാകാം. അറിയാതെ തന്നെ മനസ്സ് ഉറക്കത്തിലേക്ക് പോകും. എന്തിന്? മനസ്സിന് വിശ്രമം ആവശ്യമാണ്. ആ പ്രവൃത്തി മനസ്സിന് ഏതെങ്കിലും തരത്തിലൊരു ക്ഷീണത്തെ ഉണ്ടാകുമ്പോൾ മനസ്സ് സ്വയം വിശ്രമത്തെ കണ്ടെത്തുന്നതാണ് ആ ഉറക്കം. പക്ഷെ നമുക്കറിയാം, നമ്മളങ്ങനെ ഉറക്കത്തിലേക്ക് പോകുന്ന സമയത്ത് ആ മനസ്സിനൊരു ഞെട്ടലുണ്ടായാൽ ആ ഉറക്കം അപ്രത്യക്ഷമാകും. ഏതെങ്കിലും തരത്തിൽ സത്സംഗം ശ്രവിച്ചുകൊണ്ടിരിക്കും. ഒന്നുകിൽ ഒരു തമാശ കേൾക്കണം, അല്ലെങ്കിൽ ആരെങ്കിലും ചീത്ത പറയണം, പരദൂഷണം പറയണം. ഇതൊക്കെ കേട്ടുകഴിഞ്ഞാൽ ഉടൻ മനസ്സിന് ഒരു ഞെട്ടലാണ്. കൊള്ളാമല്ലോ, നല്ല കാര്യം കേട്ടല്ലോ, മനസ്സിന് സന്തോഷമായി. മനസ്സൊന്ന് ഞെട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഉറങ്ങത്തില്ല, പിന്നെ മുഴുവൻ മനസ്സ് ഉണർവിൽ തന്നെ നിലനിൽക്കും. അപ്പോൾ ഈ ഉണർവ് കൈവന്നു കഴിഞ്ഞാൽ ജാഗ്രതത്തിൽ മറ്റു പ്രവൃത്തികളിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ നമുക്ക് ഈ ഉണർവ് കൈവന്നു കഴിഞ്ഞാൽ അത് ലൗകികമായ മനസ്സിന്റെ ഒരു പ്രത്യേകതയാണ്. എന്താണ്? ഇത്തരം കാര്യങ്ങളിലൂടെ, തമാശയിലൂടെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നമ്മുടെ മനസ്സിഷ്ടപ്പെടുന്ന ലൗകികമായ വിഷയങ്ങളിലൂടെ മനസ്സിനെ ഉണർത്തുക. ലൗകിക മനസ്സിന്റെ ഒരു പ്രത്യേകതയാണ്. അങ്ങനെ ഉണർന്നു കഴിഞ്ഞ് ഉറക്കത്തെ അതിജീവിക്കുക. ഉറക്കത്തെ അതിജീവിച്ചാൽ പിന്നെ ഇന്ദ്രിയങ്ങൾ കുറച്ചുകൂടി വിഷയത്തെ ഗ്രഹിക്കുന്നതിന് സജ്ജമാകും. പറയുന്ന കാര്യം കേൾക്കും, ചുറ്റുപാടുകളെക്കുറിച്ചുള്ള ബോധമുണ്ടാകും. ഇതുപോലെ ഒരു ഉണർവ് ധ്യാനത്തിന് സംഭവിച്ചു കഴിഞ്ഞാൽ, ധ്യാനത്തിൽ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ഈ ശബ്ദഭാവനയിലൂടെ മനസ്സ് ആത്മാഭിമുഖമായി ആ മനസ്സ് കുറച്ച് ഉയർന്ന നിലയെ പ്രാപിക്കുമ്പോൾ ഈ മനസ്സിന് ഇങ്ങനെ ഒരു ഉണർവ് സംഭവിച്ചിരുന്നു. അത് ആത്മബോധം കൊണ്ടുള്ള ഉണർവാണ്. ആ ഉണർവ് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ മനസ്സ് സുഷുപ്തിയിലേക്ക് പോകുന്നില്ല. അപ്പോൾ ധ്യാനത്തിൽ മനസ്സ് ഈ പറയുന്ന മനസ്സിന്റെ മാന്ദ്യത്തിൽ നിന്നും മനസ്സിന്റെ ഉറക്കത്തിൽ നിന്നും മുക്തമാകും. അങ്ങനെ മുക്തമാകുന്ന മനസ്സ്, ഇത് രണ്ടും സംഭവിക്കുന്ന എങ്ങനെ? ഈ ഭാവനയുടെ ദൃഢതയിലൂടെ, ജ്ഞാനത്തിന്റെ വ്യക്തതയിലൂടെ. ആ ജ്ഞാനത്തിന്റെ വ്യക്തത മനസ്സിനെ ഒന്നുണർത്തുകയാണ്. ഉണർവിൽ നിന്നുള്ള ഒരുണർവ്. ധ്യാനിക്കുന്നയാൾ ഉറക്കത്തിലല്ല, ഉണർവിൽ തന്നെയാണ്. ജാഗ്രതയിലെ ധ്യാനം സാധ്യമാകും.
അത് മറ്റൊരവസ്ഥയിൽ ധ്യാനം സാധ്യമല്ല. ജാഗ്രതയിൽ മാത്രമേ അത് ഫലപ്രദമാകത്തുള്ളൂ. ആ ജാഗ്രതയിലുള്ള ആ ധ്യാനത്തിൽ മനസ്സ് ഉണർന്നു കുറച്ചുകൂടി വ്യക്തതയുള്ള ഒരു ജാഗ്രതത്തിലേക്ക് പ്രവേശിക്കുക. അതിനെയാണ് ഇവിടെ സമാധി എന്ന് പറയുന്നത്. സമാധി എന്ന് പറയുന്നത് സാങ്കേതിക ഭാഷയിൽ പറയുന്നു ഉണർവിലുള്ള ഉണർവ്. അതിന് അദ്വൈതികൾ പറയും പരാജാഗ്രത് എന്ന് പറയുന്നു. ജാഗ്രതത്തിനപ്പുറമുള്ള ഒരു ജാഗ്രത. അവിടെ പിന്നെ ഉറക്കത്തിനും കഷായത്തിനും ഒന്നും സ്ഥാനമില്ല. ആ ജാഗ്രത എന്ന് പറയുന്നത് ജ്ഞാനത്തിന്റെ വ്യക്തതയിൽ സംഭവിക്കുന്ന ഒരു ജാഗ്രതയാണ്. ആ ജാഗ്രതയിൽ ഉണർന്നിരിക്കുന്നവന് എന്തുവരുന്നു? അവിടെ മനസ്സ് ഏകീഭവിച്ചിരിക്കുന്നു. ആ ചിത്തതരംഗങ്ങൾ നിസ്തരംഗ സമുദ്രമായിരിക്കുന്ന തുര്യനോട് ഏകീഭവിച്ചിരിക്കുന്നു. ഏകീഭവനം അവിടെ സംഭവിക്കുന്നു. അവിടെ പിന്നെ പ്രയത്നത്തിന്റെ ആവശ്യമില്ല. അവിടെ എത്തുന്നതുവരെ പ്രയത്നം ആവശ്യമാണ്. അതിൽ വരുന്ന പുരോഗതിയും അതിൽ വരുന്ന തടസ്സങ്ങളും രണ്ടുമാണ് ഇവിടെ പറയുന്നത്. ഈ 45ാമത്തെ കാരികയിൽ പറയുന്ന അതാണ്. കഴിഞ്ഞ കാരികയിൽ പറഞ്ഞത് അതിന് വരുന്ന തടസ്സങ്ങളെയാണ് മുഖ്യമായി പറയുന്നത്. ഇവിടെ പറയുന്നത് അതിന്റെ പുരോഗതിയിൽ എന്ത് സംഭവിക്കുന്നു എന്ന് പറയുന്നു. എന്താണ്? സമാധിസ്സതഃ യോഗിനഃ യസ്സുഖം ജായതേ തന്ന ആസ്വാദയേ. മനസ്സ് ഈ ഉണർവിൽ നിന്ന് ഉണർന്നു കഴിഞ്ഞാൽ അത് സമാധിയായി. ഈ ഉണർവിലിരുന്നു കൊണ്ട് മനസ്സിനെ ഉണർത്താൻ ശ്രമിക്കുന്ന ആ ശ്രമം ധ്യാനമായി. അത് നമ്മൾ ധ്യാനിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ പ്രയത്നിക്കുന്നു. മനസ്സ് ധ്യാനത്തിന്റെ ശരിയായ വഴിയിലൂടെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ ആ പ്രയത്നം സഹജമാകുന്നു. അതിന്റെ അവസാനത്തിൽ മനസ്സൊന്ന് ഉണരുന്നു. അത് സമാധിയായി. അവിടെ എന്ത് സംഭവിക്കുന്നു? സമാധിസ്സതഃ യോഗിനഃ. അങ്ങനെ സമാധി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന യോഗിയുടെ മനസ്സ്, ഉണരുന്ന മനസ്സ്, ഈ ഉണർവിൽ നിന്നും പരാജാഗ്രതത്തിലേക്ക് ഉണരുന്ന മനസ്സ്, ഇതൊരു മാർഗത്തെക്കുറിച്ച് പറയുകയാണ്. മുമ്പ് പറഞ്ഞതെല്ലാം ഓർമ്മയിൽ വെച്ചുകൊണ്ട് വേണം ഇതിനെ മനസ്സിലാക്കാൻ. അങ്ങനെയുള്ള ആ മനസ്സിൽ യത് സുഖം ജായതേ, അവിടെ ഉണ്ടാകുന്ന സുഖം. കാരണം അവിടെ സുഖം ഉണ്ടാകുന്നു എന്തുകൊണ്ട് പറയുന്നു? ഇവൻ ഭാവന ചെയ്യുന്ന സുഖത്തെയാണ്. ഭാവന ചെയ്യുന്ന സുഖം വാസ്തവത്തിൽ ആ ഭാവനയിലൂടെ അവൻ സുഖത്തിൽ എത്തിച്ചേരുകയല്ല. അവൻ സുഖത്തെ ഭാവന ചെയ്യുമ്പോൾ ഉള്ളിൽ സഹജമായിരിക്കുന്ന സുഖം അവിടെ ആവിർഭവിക്കുകയാണ്. ആവിർഭവനത്തിൽ ഭാവന അവിടെ മാറുകയാണ്. പിന്നെ ഭാവനയ്ക്കൊന്നും ചെയ്യാൻ കഴിയില്ല. സുഖം അവിടെ പ്രകാശിക്കും. അതങ്ങനെ ഒരു സുഖം സംഭവിക്കുമോ? അതിനുള്ള സാധ്യത എന്താണെന്നൊക്കെ ചോദിക്കും. കാരണം സുഖത്തെ ഭാവന ചെയ്യുന്നത് കൊണ്ട് അതിന്റെ പരിണാമം എന്നുള്ളതിലേക്ക് സുഖം സംഭവിക്കുന്നു. ലൗകികമായ കാര്യങ്ങളും അത് തന്നെ. നമ്മൾ സുഖത്തെ അന്വേഷിക്കുന്നു, സുഖത്തിന്റെ ഉപായങ്ങളെ തേടുന്നു, സുഖത്തിനു വേണ്ടി പരിശ്രമിക്കുന്നു, ഒടുവിൽ സുഖം കൈവരുന്നു. ലൗകിക കാര്യങ്ങളിലും അതാണ് നമ്മൾ കാണുന്നത്. അവിടെയും നമ്മൾ എന്താണ് ചെയ്യുന്നത്? സുഖഭാവനയിൽ നിന്നാണ് തുടങ്ങുന്നത്. ഇന്ന വിഷയത്തെ അനുഭവിച്ചാൽ അത് സുഖമായിരിക്കും, ഇന്ന പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാൽ അത് സുഖമായിരിക്കും, ഇന്ന കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ സുഖമായിരിക്കും. അവിടെയൊക്കെ എന്താണ്? സുഖത്തെക്കുറിച്ചുള്ള ഭാവനയാണ് സുഖത്തിലെത്തിക്കുന്നത്. അനുഭവത്തിൽ അങ്ങനെയാണ്. അതിന് പ്രതിബന്ധങ്ങളൊന്നും ഉണ്ടാകാതിരുന്ന നമുക്കവിടെ എത്തിച്ചേരാൻ കഴിയുന്നു, ആ സുഖത്തെ ആർജിക്കാൻ കഴിയുന്നു. അതിനെ നമ്മൾ പറയും ലൗകികമായ സുഖം. അവിടെ എത്തിച്ചത് സുഖഭാവനയാണല്ലോ. അപ്പോൾ അത് യുക്തിക്കോ നമ്മുടെ അനുഭവത്തിനോ വിരുദ്ധമായൊരു കാര്യമല്ല. സുഖഭാവന സുഖത്തിലെത്തിക്കും. അതെങ്ങനെ എത്തിക്കുന്നു?
ആ സുഖം ആത്യന്തികമായ സുഖമാണോ, ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം. പക്ഷെ സുഖഭാവന സുഖത്തിലെത്തിക്കും എന്ന് പറയുന്നത് യുക്തിക്കും അനുഭവത്തിനും നിരക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ ആത്മധ്യാനം അതും സുഖഭാവനയാണ്. ആനന്ദത്തെയാണ് ഭാവന ചെയ്യുന്നത്. സത്ത്, ചിത്ത്, ആനന്ദം എന്ന് പറഞ്ഞാൽ ഒന്ന് തന്നെ. ശബ്ദം മാറുന്നു എന്നേ ഉള്ളൂ, അർത്ഥത്തിന് മാറ്റമില്ല. 3 ശബ്ദങ്ങളിലൂടെയും ഒരർത്ഥത്തെയാണ് ബോധിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ സത്ത്, ചിത്ത് തന്നെ, ചിത്ത് ആനന്ദം തന്നെ. അവിടെ എന്താണ്? സുഖത്തെയാണ് ഭാവന ചെയ്യുന്നത്. അപ്പം ലൗകികമായ കാര്യങ്ങളിൽ ഒരു തത്വവും മനസ്സിലാക്കാതെ, ഒരു ആധ്യാത്മിക ബോധവുമില്ലാതെ ലൗകികമായ കാര്യങ്ങളിൽ അജ്ഞനായ മനുഷ്യൻ സുഖഭാവനയിലൂടെ സുഖത്തിലെത്തിച്ചേരുമെങ്കിൽ എന്തുകൊണ്ട് ആത്മഭാവനയിലൂടെ ഒരാൾ സുഖത്തിലെത്തിച്ചേർന്നുകൂടാ? ആത്മഭാവനയിലൂടെയും സുഖത്തിൽ തന്നെ എത്തിച്ചേർന്നു, സുഖത്തിൽ തന്നെ എത്തിച്ചേരുന്നു. അതിന് യുക്തിയുണ്ട്. എന്താണ്? മനസ്സ് ഏതെങ്കിലും ഒരു വിഷയത്തെ ഏകാഗ്രമായി ഗ്രഹിക്കുമ്പോഴാണ് നമുക്ക് സുഖം അനുഭവപ്പെടുന്നത്. ആ വിഷയത്തിനോട് ഏകാഗ്രപ്പെടുക എന്ന് വെച്ചാൽ ആ വിഷയത്തോട് മനസ്സ് എത്രമാത്രം താതാത്മ്യപ്പെടുന്നോ അതിനനുസരിച്ച് നമുക്ക് സുഖം കൂടുതൽ വ്യക്തമായും പ്രകടമായും അനുഭവപ്പെടുന്നു. പാൽപ്പായസം തന്നെ മനസ്സാന്നിധ്യമില്ലാതെ, മനസ്സതിനോട് താതാത്മ്യപ്പെടാതെ അതനുഭവിച്ചു കഴിഞ്ഞാൽ ഒരു സുഖം തോന്നത്തില്ല. അത് അനുഭവിച്ചുകൊണ്ടിരിക്കുക അറിയണം എന്താണ്. അതിൽ പാൽപ്പായസം പാറ്റ വീണതാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഛർദ്ദിക്കും. അതിൽ വിഷം കലർന്നിട്ടുണ്ടെന്നറിഞ്ഞാൽ ഭയക്കും, അവിടെ സുഖാനുഭവം ഉണ്ടാകത്തില്ല. അപ്പോൾ ഏതൊരു വിഷയാനുഭവത്തിനും ഭാവനയിലൂടെ ആ വിഷയത്തോട് താതാത്മ്യപ്പെട്ടാലേ ആ വിഷയം അനുകൂലമാണെങ്കിലും അതിൽ നിന്ന് സുഖം നമുക്ക് അനുഭവിക്കാൻ പറ്റും. പ്രതികൂലമായ വിഷയങ്ങളെ സംബന്ധിച്ച് പറയേണ്ട കാര്യമില്ല, അതിന് നമുക്ക് സുഖം കിട്ടത്തില്ല. അപ്പോൾ ഭാവനയിലൂടെ വിഷയത്തോട് മനസ്സ് താതാത്മ്യപ്പെടണം. ഭാവന അതിന് മുഖ്യമായൊരു കാര്യമാണ്. ഭാവന ശരിയല്ലെങ്കിൽ എത്ര അനുകൂലമായ വിഷയമാണെങ്കിലും അതിൽ നിന്ന് സുഖം നമുക്കുണ്ടാകത്തില്ല. പൽപ്പായസം അനുകൂലമായ വിഷയമാണ്, പക്ഷെ ഭാവന തെറ്റിപ്പോയി. അത് അശുദ്ധമാണെന്നുള്ള ഭാവന വന്നു, അപകടമാണെന്നുള്ള ഭാവന വന്നു, ഉടൻ അതിനുള്ള പൂർണ്ണ സുഖവും നമുക്ക് നഷ്ടപ്പെട്ടു. അതാണ് ലൗകികമായ വിഷയങ്ങളുടെ സ്ഥിതിയെങ്കിൽ ആത്മഭാവനയിൽ മനസ്സ് ഏകാഗ്രമാകുമ്പോൾ, അതിൽ താതാത്മ്യപ്പെടുമ്പോൾ അവിടെ സുഖത്തെ മാത്രമേ ധ്യാനിക്കുന്നുള്ളൂ, സുഖം മാത്രമേ അവിടെ വിഷയമായിരിക്കുന്നുള്ളൂ മനസ്സിന്. തീർച്ചയായും അവിടെ സുഖം പ്രകടമാകും. ആ സുഖത്തെയാണ് നമ്മൾ പറയുന്നത് ആത്മശാന്തി. ശാന്തിരനന്തരം ഗീതയിൽ നമ്മൾ ചർച്ച ചെയ്തതാണ്. ആത്മശാന്തി എന്ന് പറയുന്നത് സുഖം എന്ന് പറയുന്നതും രണ്ടല്ല ഒന്നാണ്. ആ ശാന്തി അവിടെ അനുഭവപ്പെടുന്നു. മനസ്സിൽ അത്ര ഒരു ശാന്തി വന്നു കഴിഞ്ഞാൽ അത് ഒന്നാണ്. മനസ്സ് ആ ശാന്തിയെ സമീപിക്കും. മനസ്സ് ആ ശാന്തിയെ സമീപിക്കുമ്പോൾ മനസ്സ് ആനന്ദമയമായി തീരുന്നു. അതോടൊപ്പം ആ ശാന്തിയുടെ ഉറവിടത്തിൽ നിന്ന് ആ ശാന്തി പ്രകടമായി വരും. പ്രകടമായി വരുമ്പോൾ മനസ്സിനെ അതിനെ അനുഭവിക്കേണ്ട ആവശ്യം വരുന്നില്ല. ആ ശാന്തി അത് മനസ്സിലേക്ക് പകരുന്നു. ഇത് ക്രമമായി സംഭവിക്കുന്ന കാര്യമാണ്. ലൗകികമായ കാര്യങ്ങൾ അങ്ങനെയല്ല. ലൗകികമായ കാര്യങ്ങളിൽ വിഷയങ്ങളിൽ മനസ്സ് സുഖത്തെ കണ്ടെത്തുകയാണ്. ആ വിഷയങ്ങളിലേക്ക് മനസ്സ് ആഴ്ന്നുപോയി അത് മനസ്സ് അവിടെ നിന്ന് സുഖത്തെ കണ്ടെത്തുകയാണ്. സുഖത്തിന്റെ ഉറവിടം സ്വസ്വരൂപമാണെങ്കിലും വിഷയങ്ങളുടെ പിറകെ പോയതുകൊണ്ട് സ്വസ്വരൂപത്തിൻ്റെതായ ആ സുഖത്തെ മനസ്സിനെ തിരിച്ചറിയാൻ കഴിയുന്നു. അത് വിഷയത്തിൻ്റെതായി മനസ്സതിനെ തിരിച്ചറിയുന്നു. വിഷയത്തിൽ നിന്ന് തന്നിലേക്ക് ആ സുഖം കടന്നു വരുന്നതായി മനസ്സ് ധരിക്കുന്നു. ഇവിടെ അങ്ങനെയല്ല.
ഇവിടെ സ്വസ്വരൂപത്തിലേക്കാണ് മനസ്സ് തിരിച്ച് സഞ്ചരിക്കുകയാണ്, ബഹിർമുഖമായല്ല സഞ്ചരിക്കുന്നത്. അവിടെ നിന്ന് സുഖം മനസ്സിലേക്ക് വരുന്നു. വാസ്തവത്തിൽ മനസ്സ് സുഖത്തിൽ എത്തിച്ചേരുകയല്ല, സുഖം മനസ്സിലേക്ക് വരികയാണ്, അതിലേക്ക് കടന്നു വരുന്നു മനസ്സ്. എങ്ങനെയാണോ ഈർപ്പമില്ലാത്ത ഒരു വസ്തു, ഒരു തുണി ആയിക്കൊള്ളട്ടെ, നമ്മൾ ജലത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു? ജലം അതിലേക്ക് പ്രസരിക്കുകയാണ്, അതിനെ ഈർപ്പമയമാക്കുന്നു. അതുപോലെ സ്വസ്വരൂപമായിരിക്കുന്ന ആനന്ദം മനസ്സിനെ ആനന്ദമയമാക്കി തീർക്കുന്നു. അതാണ് ധ്യാനത്തിൽ സംഭവിക്കുന്നത്. ഇത്തരം ഒരു അനുഭവം മനസ്സിന് പരിചയമുള്ളതല്ല. എങ്ങനെ? വിഷയരഹിതമായൊരു അനുഭവം, വിഷയത്തോട് ചേർന്നുള്ള ആനന്ദ അനുഭവമാണ് മനസ്സിൽ നിന്ന് വരെ ശീലിച്ചിട്ടുള്ളത്. അപ്പോൾ മനസ്സിന്റെ സ്വഭാവം എന്താണ്? എവിടെ ആനന്ദത്തിന്റെ അനുഭവം ഉണ്ടായാലും അതിൽ പിടിച്ചു തൂങ്ങാൻ ശ്രമിക്കും. വിഷയങ്ങളെ പാൽപ്പായസത്തെ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ മനസ്സ് അതിൽ തന്നെ മുഴുകാൻ ശ്രമിക്കും. പക്ഷെ ആ വിഷയത്തിന് തന്നിൽ മനസ്സിനെ ഉറപ്പിച്ച് നിർത്തുന്നുള്ള ശേഷി വളരെ പരിമിതമാണ്. കുറച്ചു കഴിയുമ്പോൾ എന്ത് ചെയ്യും? ആ വിഷയത്തിന് മനസ്സിന് ആനന്ദം പകരാനുള്ള ശക്തി ഇല്ലാതായിത്തീരും. അപ്പോൾ നമ്മൾ പറയും മനസ്സ് മടുത്തുപോയി, മനസ്സവിടെ നിന്ന് പിന്മാറും. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ആനന്ദത്തിന്റെ ഉറവിടത്തിലാണ്, ശാന്തിയുടെ ഉറവിടത്തിലാണ് മനസ്സെത്തിച്ചേരുന്നത്. എത്തിച്ചേരുമ്പോൾ മനസ്സിന് പിന്നീട് പോകാനൊരു വിഷയമില്ല. ബാഹ്യമായി അങ്ങനെയല്ല. പാൽപ്പായസം മടുത്തു കഴിഞ്ഞാൽ വേറൊരു പായസത്തിലേക്ക് മനസ്സ് പോകും. അവിടെ നാനാ വിഷയങ്ങളുണ്ട്. ഒന്ന് വിട്ടുകഴിഞ്ഞാൽ മനസ്സിന് വേറെന്നി പോകാം. ഒന്നിന് സുഖം അതിന് പോരായ്മ തോന്നും, മറ്റൊന്നിന് സുഖത്തെ കണ്ടെത്താം. ഇവിടെ അങ്ങനെയല്ല, മറ്റൊരു വിഷയമില്ല, സച്ചിദാനന്ദം മാത്രമേ ഉള്ളൂ. അപ്പം മനസ്സ് ആ സുഖത്തെ ആസ്വദിക്കാൻ ശ്രമിക്കും. ആ സുഖത്തെ തന്നെ മനസ്സ് മുഴുകാൻ ശ്രമിക്കും. മുഴുകാൻ ശ്രമിച്ചാൽ പിന്നെ മനസ്സിന് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. എവറസ്റ്റിന്റെ മുകളിൽ പോകാൻ ആഗ്രഹിക്കുന്ന ആള് വഴിയിൽ ചെന്ന് അവിടെ നിന്നുകൊണ്ട് ചുറ്റുപാടുമുള്ള സൗന്ദര്യത്തേക്ക് ആസ്വദിച്ച് നിന്നു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ മേളിലെത്താൻ കഴിഞ്ഞില്ലെന്ന് വരും. അതുപോലെ ഇവിടെ മനസ്സിന് സ്വയം തന്നെ ഇല്ലാതാകണം. മനസ്സിന് എന്തിനെങ്കിലും അനുഭവിച്ച് നിന്നാൽ പോരാ, മനസ്സ് തന്നെ മായണം. മനസ്സ് മായുന്നതാണ് ഇതിന്റെ ആത്യന്തികമായ നില. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. മനസ്സ് എവിടെയാണോ അതിന് ഈ സ്വസ്വരൂപമായ ആനന്ദത്തിന്റെ ചെറിയൊരു ദർശനം ഉണ്ടാകുന്നത്, മനസ്സ് അവിടെ നിന്നിട്ട് ആ ആനന്ദത്തെ തന്നെ അനുഭവിക്കാൻ ശ്രമിക്കും. അങ്ങനെ അനുഭവിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പിന്നെ മുന്നോട്ടുള്ള പോക്ക് സാധ്യമല്ലായിത്തീരും. ഒരു കൊച്ചുകുട്ടിയുടെ കയ്യിൽ ഒരു ചോക്ലേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവനത് പെട്ടെന്ന് കഴിക്കാതെ അതിനെ നുണഞ്ഞ് അതിന്റെ മാധുര്യം അനുഭവിക്കാൻ ശ്രമിക്കുന്നത് പോലെ മനസ്സ് അതിനാദ്യമായി കിട്ടി വിഷയസമ്പർക്കമില്ലാതെ കിട്ടിയ ഈ ശാന്തിയെ ആസ്വദിച്ചവിടെ നിൽക്കാൻ ശ്രമിക്കും. അപ്പം മനസ്സ് നിൽക്കും, ആനന്ദം നിൽക്കും, ആനന്ദാനുഭവം നിൽക്കും. ഇതും ഒരു തടസ്സമാണ്. സുഖം ജായതേ, അവിടെ സുഖം ഉണ്ടാകുന്നു. തത്ര ന ആസ്വാദയെ തന്ന ആസ്വാദയെ, അതാണ് പറയുന്നത്. അതിനെ ആസ്വദിക്കരുത്. സുഖാനുഭവത്തിൽ, ആന്തരികമായ ശാന്തിയുടെ അനുഭവത്തിൽ മനസ്സിനെ നിർത്തരുത്. ഇത് പറയുന്നത് ഒരു സാധാരണക്കാരനോടല്ല, പറഞ്ഞിട്ട് കാര്യമില്ല. ആത്മധ്യാനത്തിലൂടെ ഈ മായയുടെ പ്രവർത്തനങ്ങളെല്ലാം അതിജീവിച്ച്, കഷായം, നിദ്ര തുടങ്ങിയ ദോഷങ്ങളെല്ലാം അതിജീവിച്ച് രാഗദ്വേഷങ്ങളുടെ പ്രേരണ കൊണ്ട് മനസ്സ് ബഹിർമുഖമാകാതെ മനസ്സ് ആ തുര്യനിലേക്ക് തന്നെ അമർന്ന് മനസ്സിന്റെ ആ വിഷയസ്പർശം അതില്ലാതായി ആത്മശാന്തിയെ മനസ്സ് അനുഭവിച്ചു തുടങ്ങുമ്പോൾ, അങ്ങനെ തുടങ്ങുന്ന ഒരു മനസ്സിനാണ് വളരെ ഉത്തമനായ ഒരു സാധകനെ
എന്റെ അനുഭവത്തെ മുൻനിർത്തി പറയുകയാണ്. ആ ഒരു അവസ്ഥയിൽ തത്രന രജ്യേത, ആ സുഖാനുഭവത്തിൽ മനസ്സിനെ നിർത്തരുത് എന്നാചാര്യം പറയുമ്പോൾ ഈ മാർഗത്തിൽ സഞ്ചരിക്കുന്നവർ ആത്മധ്യാനത്തെ ശീലിച്ച് അവരെല്ലാം ഈ പറയുന്ന വിഘ്നങ്ങളെല്ലാം തരണം ചെയ്ത് ഈ തടസ്സങ്ങളെല്ലാം മാറ്റി പുരോഗമിച്ച് ഇങ്ങനെ ഒരവസ്ഥയിൽ എത്തിച്ചേരും എന്ന് സങ്കല്പിച്ചുകൊണ്ടാണ് പറയുന്നത്. അങ്ങനെ ഒരു അവസ്ഥയിൽ എത്തിച്ചേരാത്തവരെ സംബന്ധിച്ച് ഇത്തരം ഒരു ചർച്ചയ്ക്ക് യാതൊരു പ്രസക്തിയില്ല. വ്യക്തമായും ആത്മതത്വത്തെ ബോധിച്ചുകൊണ്ട് ആത്മധ്യാനത്തിൽ മുഴുകുന്ന ഒരു മനസ്സിന് മാത്രമേ ഇത്തരം ഒരു ഉപദേശത്തിന്റെ ആവശ്യം വരുന്നുള്ളൂ. എന്നുവെച്ചാൽ ഇത് വളരെ ഉയർന്ന ഒരവസ്ഥയെക്കുറിച്ച് പറയുകയാണ് എന്നർത്ഥം. കഥം തർഹി നിസ്സംഗോ നിസ്പൃഹ പ്രജ്ഞയാ വിവേകബുദ്ധ്യ യദുപലഭ്യതേ സുഖം തദവിദ്യ പരികല്പിതം നിഷേവേദി വിഭാവയേ. ഇങ്ങനെ ഒരവസ്ഥയിൽ മനസ്സെത്തിച്ചേർന്നാൽ സുഖം മനസ്സനുഭവിക്കുകയും സുഖം മനസ്സിലെത്തിച്ചേരുകയും ചെയ്യുന്ന ഒരവസ്ഥയിൽ നിസ്സംഗനായിത്തീരണം എന്നർത്ഥം. എന്നുവെച്ചാൽ ഇതേ മനസ്സ് തന്നെ ആ സുഖാനുഭവത്തിൽ നിൽക്കാതെ വീണ്ടും ആ ഏകീഭവനത്തിന് ശ്രമിച്ചുകൊണ്ടിരിക്കണം. അതിനെ അവഗണിക്കുക. അതാണ് നിസ്സംഗനായി നിസ്പൃഹനായി അതിൽ താല്പര്യമില്ലാതിരിക്കുക എന്നർത്ഥം. അതായത് ഒരാൾ ധ്യാനത്തിലൂടെ ആത്മശാന്തി അനുഭവിക്കുമ്പോൾ ആ ധ്യാനിക്കുന്ന വേളയിലാണ്, പ്രപഞ്ചത്തെ വിസ്മരിച്ചിരിക്കുന്ന അവസ്ഥയിലാണ്. അതിൽ അധിക സമയം ഒരാൾക്ക് ഇരിക്കാൻ കഴിയില്ല. വീണ്ടും അയാൾ ബഹിർമുഖനായി സാധാരണ ദൈനംദിന വ്യവഹാരങ്ങളിലേക്ക് വരുന്നു. വ്യവഹാരങ്ങളിലേക്ക് വരുമ്പോൾ അയാളുടെ മനസ്സ് വീണ്ടും പഴയ ആനന്ദാനുഭവത്തെ സ്മരിക്കും, മുമ്പ് അനുഭവിച്ച ശാന്തിയെ സ്മരിക്കും. ആ ശാന്തിക്കുള്ള ആനന്ദത്തിനുള്ള ആഗ്രഹം കൊണ്ട് വീണ്ടും സമാധിയിലേക്ക് പോകാൻ ആഗ്രഹിക്കും, സമാധി പരിശീലിക്കണമെന്ന് തോന്നും. ഇവിടെ അത് പാടില്ല എന്നാണ് പറയുന്നത്. ആനന്ദാനുഭവത്തെ നിലനിർത്താൻ വേണ്ടി സമാധിയെ ശീലിക്കരുത്, ആ ശാന്തിയെ നിലനിർത്താൻ വേണ്ടി സമാധിയെ ശീലിക്കരുത്. അവിടെ ആ കാര്യത്തിൽ അയാൾ നിസ്സംഗനായിരിക്കണം. നമ്മൾ സാധാരണ ധ്യാനവും ഒക്കെ ആൾക്കാരെ പഠിപ്പിക്കുന്നത് ശാന്തിയും സമാധാനത്തിനും വേണ്ടിയിട്ടാണ്. സുഖം കിട്ടുമെന്ന് പറഞ്ഞ് ആൾക്കാരെ കൊതിപ്പിച്ചിട്ടാണ് ധ്യാനം പഠിപ്പിക്കുന്നത്. ഇവിടെ പറയുന്നത് അങ്ങനെ പറഞ്ഞല്ല പഠിപ്പിക്കേണ്ടതെന്നാണ്. അതല്ല ഇവിടെ. കാരണം ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ, സമാധിയിലിരിക്കുന്ന ഒരവസ്ഥയിൽ അവിടെ മറ്റു ചിന്തകളൊന്നുമില്ല. അവിടെ മനസ്സിനെ വേറൊന്നും പഠിപ്പിക്കാൻ പോകണ്ട. നിസ്സംഗതയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളൊന്നും പഠിപ്പിക്കേണ്ട കാര്യമില്ല. ഇത് ഉണർന്നിരിക്കുന്ന അവസ്ഥയിൽ മനസ്സിനോട് പറയേണ്ട കാര്യമാണ്. ഉണർന്നിരിക്കുന്ന അവസ്ഥയിൽ ഒരു തവണയെങ്കിലും മനസ്സ് അന്തർമുഖമായി ആത്മശാന്തി അനുഭവിച്ചു കഴിഞ്ഞാൽ ഉണർന്നിരിക്കുന്ന മനസ്സിനോട് പറയണം, മനസ്സ് തന്നെ പറയണം, എന്താണ്, നീ അനുഭവിച്ച ആ സുഖത്തിന് വേണ്ടി, ആ ശാന്തിക്ക് വേണ്ടിയല്ല നീ പരിശ്രമിക്കേണ്ടത്. അതിനുവേണ്ടിയുള്ളതല്ല ധ്യാനം, സമാധിയുടെ അവസാനം അതല്ല. അതുകൊണ്ട് അങ്ങനെ ഒരവസ്ഥയിലെത്തിയാൽ അവിടെ നിൽക്കാതെ മുന്നോട്ട് പോകണമെന്ന് ഉണർന്നിരിക്കുന്ന മനസ്സിനെ ബോധ്യപ്പെടുത്തണം. അതുകൊണ്ട് ഇവിടെ ലഭിക്കുന്ന ഈ ആത്മശാന്തി ഇതല്ല പരമമായ ആത്മശാന്തി, ഇതല്ല ആത്മലാഭം എന്ന് പറയുന്നത്, അത് ഇതിനും അപ്പുറമാണ് എന്ന് മനസ്സിനെ ബോധ്യപ്പെടുത്തണം. ഇത് വിഷയ സുഖത്തെക്കാളും ശ്രേഷ്ഠമായ ഒരു സുഖം, ലൗകികമായ മനഃശാന്തിയെക്കാളും ശ്രേഷ്ഠമായ ഒരു മനഃശാന്തി, അത്രയേ ഉള്ളൂ. ഇവിടെ അടുത്ത് പറയും, എന്താണ് അവസാനം പറയും, കൈവല്യപദം, മോക്ഷപദം എന്ന് പറയുന്നിടത്ത് മനസ്സെത്തിയിട്ടില്ല, മനസ്സല്ലാതായി തീർന്നിട്ടില്ല. ഇവിടെ ധ്യാനിക്കുന്നവനും ധ്യാനത്തിന്റെ സുഖവും
ധ്യാനവും നിലനിൽക്കുന്നു. ഇത് പോരാ എന്ന് ധ്യാനത്തെ സ്മരിക്കുന്ന മനസ്സിനെ ബോധിപ്പിക്കുന്നു. ആ നിസ്സംഗതയും മറ്റും ജാഗ്രതത്തിലാണ് ശീലിക്കേണ്ടത്. അല്ലാതെ നിങ്ങൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ മനസ്സ് സുഖത്തിലെത്തിച്ചേരുന്നു, അവിടെ പിന്നെ മനസ്സിനെ പഠിപ്പിക്കുക, അങ്ങനെ വന്നാൽ ധ്യാനം നഷ്ടപ്പെട്ടു. നിങ്ങൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിനെ എന്തെങ്കിലും പഠിപ്പിക്കാൻ ശ്രമിച്ചാൽ, മനസ്സിന് ശിക്ഷണം കൊടുത്താൽ എന്ത് സംഭവിക്കും? മനസ്സ് തന്നെ രണ്ടായി മാറും. ഗുരുവും ശിഷ്യനും രണ്ടും മനസ്സാവും. മനസ്സിൽ ത്രിപുടി ഭാവങ്ങൾ വരും, ദ്വൈതഭാവം വരും, സമാധിക്ക് ഭംഗം വരും. അതുകൊണ്ട് അവിടത്തെ കുറിച്ചല്ല പറയുന്നത് നിസ്സംഗ നിസ്പൃഹ പ്രജ്ഞയാ വിവേകബുദ്ധിയ. പ്രജ്ഞ കൊണ്ട് വിവേകബുദ്ധി. സമാധിയിൽ മറ്റൊരു പ്രജ്ഞ വരാൻ പാടില്ല, മറ്റൊരു വിവേകം വരാൻ പാടില്ല. സച്ചിദാനന്ദ ഭാവന അല്ലാതെ മറ്റൊരു ഭാവന വന്നു കഴിഞ്ഞാൽ സമാധി നഷ്ടപ്പെട്ടു. അവിടെ മനസ്സിനോട് പറയുകയാണ് എന്താണ് ഇത് സുഖമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ മനസ്സിൽ സമാധിയോടെ അത് തന്നെ സമാധിക്ക് ഭംഗമാണ്. അപ്പോൾ സമാധിയിൽ മനസ്സിന് ഒരു ശിക്ഷണവുമില്ല. പക്ഷെ ജാഗ്രതയിലുണ്ട് മനസ്സിന് ശിക്ഷണം. ആർക്ക് ഇവിടെ പറയുന്നത്? ഒരു തവണയെങ്കിലും ആ സമാധിയിലേക്ക് കടന്നവൻ സമാധിയിൽ നിന്നും ഉണർന്നു വന്നിട്ട് മനസ്സിനെ ശിക്ഷിക്കുന്നു. പ്രജ്ഞയാ വിവേകബുദ്ധി. ജാഗ്രതയിൽ അവന്റെ മനസ്സിൽ പ്രജ്ഞ വരുന്നു, വിവേകം വരുന്നു. താൻ എത്തിച്ചേർന്നത് അവസാനത്തെ തലമല്ല, അതും കടന്നു പോകണം. അവിടെ താൻ നിന്നതും അനുഭവിച്ചതൊന്നും പരമാർത്ഥമല്ല. ഭാഷ്യകാരൻ പറയുന്നു അതും എന്താണ്? മൃഷ. അതുകൊണ്ടാണ് പല ഭാഗങ്ങളും അദ്വൈതത്തിൽ പറയുന്നത് സുഖാതീതമാണ്. സുഖമല്ല പരമാർത്ഥം, ശാന്തിയല്ല പരമാർത്ഥം. അതാണ് വിവേകബുദ്ധ്യ യദുപലഭ്യതേ സുഖം തദ് അവിദ്യാ പരികൽപ്പിതം മൃഷായേവ. എത്ര വലിയ സുഖത്തെ നിങ്ങൾ അനുഭവിച്ചാലും ശരി, ഞാൻ ഈ സുഖത്തെ അനുഭവിക്കുന്നവനാണ് എന്നുള്ള ബോധത്തോടുകൂടിയാണ് അനുഭവിച്ചതെങ്കിൽ അത് കൽപ്പിതം തന്നെ, അതല്ല പരമാർത്ഥം. സുഖമല്ല പരമാർത്ഥം, സുഖ അനുഭവമല്ല പരമാർത്ഥം, സുഖിക്കുന്നവനാണ് പരമാർത്ഥം. അവനെത്തിച്ചേരണം മനസ്സ്. അവനെത്തിച്ചേർന്നാലോ മനസ്സ് അവനോട് ഏകീഭവിക്കുന്നു. പിന്നെ അനുഭവിക്കാനൊരു സുഖമോ അനുഭവിക്കുന്നവനോ അവന്റെ സുഖാനുഭവമോ ഇതൊന്നും തന്നെ നിലനിൽക്കുന്നില്ല. അതിനിവിടെ ശാസ്ത്രത്തിന്റെ ഭാഷയിൽ പറയും അസംപ്രജ്ഞാതാവസ്ഥ, അസംപ്രജ്ഞാത സമാധി എന്ന് പറയുന്നു. അതുവരെയുള്ള കാര്യങ്ങളെല്ലാം സംപ്രജ്ഞാത സമാധി എന്ന് പറയും. അതെല്ലാം യോഗത്തിൽ നിന്ന് അദ്വൈതികൾ കടമെടുത്തിരിക്കുന്ന ഭാഷകളാണ്. മുഷയവ ഇത് വിഭാവയെ എന്ന് വിഭാവന ചെയ്തിട്ട് വീണ്ടും അവൻ സമാധിയിലേക്ക് പോകണം. അവൻ എന്തുവരും? അത്തരം ഒരു സംസ്കാരത്തോടു കൂടിയാണ് മനസ്സ് പിന്നെ സമാധിയിലേക്ക് പോകുന്നത്. വളരെ ഉത്തമവും ശ്രേഷ്ഠവും ഏകാഗ്രവും സൂക്ഷ്മവും ആയ മനസ്സ് ഈ ഒരു സംസ്കാരത്തോടുകൂടി, എന്താണ് ആ സംസ്കാരം? വിവേക ബുദ്ധിയുടെ സംസ്കാരം. അവിടെയും നിൽക്കരുത് എന്നുള്ള ഒരു സംസ്കാരത്തോടുകൂടി വീണ്ടും മനസ്സ് സമാധിയിലേക്ക് പോയി കഴിഞ്ഞാൽ മനസ്സവിടെ നിൽക്കുന്നില്ല. കാരണം ആ സംസ്കാരം അതിന് മനസ്സിനെ അനുവദിക്കുന്നില്ല സുഖം ആസ്വദിച്ച് നിൽക്കാൻ. അപ്പം അവിടെയും നിസ്സംഗനായി മനസ്സ് വീണ്ടും ആത്മാഭിമുഖമായി തന്നെ യാത്ര ചെയ്യുന്നു. എങ്ങനെയാണോ അല ആ കടലിനോട് ചേർന്നു അമർന്ന് മുമ്പും ജലമായിരുന്നു, പിന്നീടും ജലം മാത്രമായി തീരുന്നു, അതിന്റെ നാമരൂപങ്ങളെ വെടിയുന്നത്. അതുപോലെ ആ നാമരൂപങ്ങളെല്ലാം വെടിഞ്ഞ് തദാകാരമായി തന്നെ സ്ഥിതി ചെയ്യുന്നു. തതോപി സുഖരാഗാത് ഗൃഹണീയാത് പറയുന്നു. അത് അവിടെ നിന്നും മനസ്സിനിവിടെ സുഖരാഗമുണ്ട്. സുഖരാഗം ലൗകികമായ മനസ്സിനെല്ലാം ഉള്ളതാണ്. ഈ സുഖരാഗമാണെന്ന് വെച്ചാൽ സുഖത്തോടുള്ള രാഗം. ആ സുഖത്തോടുള്ള രാഗമാണ് ഈ ജീവിതത്തെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ജീവിച്ചിരിക്കുന്നതിന് അതുകൊണ്ടാണ്, അല്ലെങ്കിൽ ശരീരം പതിച്ചു പോകും. പക്ഷെ ഇവിടെ മനസ്സിന് ആ സുഖരാഗമല്ല, ആത്മസുഖത്തിനോട് അതിന് രാഗം വന്നു. അതും പാടില്ല. ആത്മശാന്തിയോട് അതിന് താല്പര്യം വന്നു. അതും പാടില്ല. എന്തുകൊണ്ട്? അതും അനുഭവിക്കുന്നതാണ്, പരമാർത്ഥമല്ല. അതിൽ നിന്നും അതിനെ നിഗ്രഹിക്കണം എന്നാണ്. ജാഗ്രത നിഗ്രഹിച്ചിട്ട് ആ മനസ്സിനെ വീണ്ടും
ആത്മഭാവനയിലൂടെ തന്നിലേക്ക് തന്നെ വിലയിപ്പിക്കണം, ഏകീഭവിക്കണം. യഥാ പുനഃ സുഖരാഗ നിവൃത്തം നിശ്ചല സ്വഭാവം സൻ നിശ്ചല ബഹിർ നിർഗച്ഛദ്ഭവതി ചിത്തം തതഃ തതോ നിയമ ഉക്ത ഉപായേന ആത്മന്യേവ ഏകീകുര്യാത് പ്രയത്നതഃ. അങ്ങനെ സുഖരാഗത്തിൽ നിന്ന് നിവൃത്തമായി. ഇപ്പോ ധ്യാനത്തിൽ എന്താണ് മനസ്സ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്? ആത്മാഭിമുഖമായി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. മനസ്സിന് പരിണാമം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. മനസ്സിന്റെ ഭാവന അവിടെ ഉണർന്നിരിക്കുകയാണ്. സച്ചിദാനന്ദ ഭാവന, അല്ലെങ്കിൽ അഹംഭാവന, അല്ലെങ്കിൽ തുരീയ ഭാവന, അത് ഉണർന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ മനസ്സിനെ നമുക്ക് നിശ്ചലമെന്ന് പറയാൻ പറ്റത്തില്ല. മനസ്സ് അതിന്റെ സ്വതന്ത്രമായ നിലനിൽപ്പ് അത് അവസാനിപ്പിക്കും. എങ്ങനെയാണ്? ഒരു പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അഗ്നിനാളത്തിലേക്ക് വേറൊരു അഗ്നിനാളത്തെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ, ഒരു അഗ്നിനാളം പ്രകാശിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിലേക്ക് വേറെ ദീപത്തെ അതിനോട് നമ്മൾ കൊണ്ടുവരിക, അത് ഏകീഭവിക്കുന്നു. അവിടെ നമുക്ക് രണ്ട് നാളമെന്ന് പറയാൻ പറ്റത്തില്ല, പറയുന്നതിന് ഒരു അടയാളമില്ലാതായിത്തീരുന്നു. അതുപോലെ ഒന്ന് ആത്മപ്രകാശം, അത് പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. മറ്റൊന്ന് മനസ്സിന്റെ പ്രകാശം, ആത്മഛായയോടുകൂടി ചിച്ഛായയോടുകൂടി ആ മനസ്സ് പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. ഈ രണ്ട് പ്രകാശങ്ങളും ഒന്നായി തീരുക. ഈ മനസ്സിന്റെ പ്രകാശം ആത്മപ്രകാശത്തിനോട് ഏകീഭവിക്കുക, അവിടെ നിശ്ചലത വരുന്നു. ആ ഏകീഭവിക്കുന്നത് വരെ ഭാവനാരൂപത്തിൽ ആ ചലനം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. നിവൃത്തം നിശ്ചല സ്വഭാവം സൻ, നിശ്ചല സ്വഭാവമായിത്തീരുന്നു. പ്രകാശത്തിനോട് പ്രകാശം കലർന്നു കഴിഞ്ഞാൽ പിന്നെ ആ കലരുന്ന പ്രകാശത്തിന് പ്രത്യേകം പ്രകാശിക്കേണ്ട ആവശ്യമില്ല, ഒന്നായി കഴിഞ്ഞു. അത് നിശ്ചല അങ്ങനെ വരുന്നു. ബഹിർ നിർഗച്ഛത് ഭവതി ചിത്തം തത്തതോ നിയമ്യ ഉക്ത ഉപായേന ആത്മന്യവ ഏകീകുര്യാത് പ്രയത്നതഃ. അങ്ങനെ വരുമ്പോ എന്തുവരുന്നു? മനസ്സ് തന്റെ സ്വരൂപത്തോടെ ഏകീഭവിച്ചിരിക്കുമ്പോൾ, അങ്ങനെ ഏകീഭവിച്ചിരിക്കും, പ്രപഞ്ച വിസ്മൃതി സംഭവിക്കുന്നു. അത് സുഖാസ്വാദനത്തിനും അപ്പുറം പോയി എന്നിരിക്കട്ടെ. അങ്ങനെ പോയിക്കഴിഞ്ഞാലും നിതാന്ത സമാധിയിൽ മനസ്സിനിരിക്കാൻ പറ്റത്തില്ല. വീണ്ടും മനസ്സ് ഈ മായാവായുവിന്റെ ശക്തി കൊണ്ട് വീണ്ടും അത് ബഹിർമുഖമാകുന്നു, വിഷയാഭിമുഖമാകുന്നു, ലോകത്തെ കാണുന്നു, ലൗകികമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു. അങ്ങനെയുള്ള മനസ്സിനെ വീണ്ടും അതിനെ ഉള്ളിലേക്ക് കൊണ്ടുപോകണം. ഏതുവരെ? അത് സഹജമായി തീരുന്നത് വരെ. അഭ്യാസത്തിലൂടെ എത്തിച്ചേർന്ന സമാധി സഹജമായി തീരുന്നത് വരെ, അഭ്യാസം കൂടാതെ തന്നെ സമാധി സഹജമായി നിൽക്കുന്നത് വരെ ചിത്തം തതഃ തതോ നിയമ്യ, വിധാനമായിരിക്കുന്ന ചിത്തം ബാഹ്യവിഷയങ്ങളിലേക്ക് കൊണ്ടുവന്നിരിക്കുന്ന ആ ചിത്തത്തെ ഓരോ വിഷയങ്ങളിൽ നിന്നും വ്യതിരിച്ച് വീണ്ടും ഉപായേന ആത്മന്യവ ഏകീകുര്യാത് പ്രയത്നതഃ, പ്രയത്നം കൊണ്ട് എന്ന് പറയുന്നു. കാരണം പ്രയത്നത്തിന് എന്തുകൊണ്ട് പ്രാധാന്യം കൊടുക്കുന്നു? ധ്യാനത്തിന്റെ ഒടുക്കം, അവിടെ പ്രയത്നമില്ലെങ്കിലും അതിന്റെ തുടക്കം പ്രയത്നത്തിലാണ്. അതിന്റെ തുടക്കം എന്ന് പറയുന്ന നിയമാദികളിലാണ് അതിന്റെ തുടക്കം. അവിടെ പ്രയത്നം കൂടിയേ തീരും. ആ പ്രയത്നത്തിലൂടെ ഉള്ളിലേക്ക് ചെന്ന് ആത്മാഭിമുഖമായി തീരുമ്പോഴാണ് പിന്നെ അവിടെ അത് സഹജമായി തീരുന്നത്. ആ സഹജാവസ്ഥയിൽ നിന്ന് മനസ്സ് വീണ്ടും വ്യതിചലിച്ച് ബഹിർമുഖമായി സമാധി കേവലം സ്മരണ മാത്രമായി തീരുന്നു. അതിന് പ്രത്യേകതയുണ്ട്. സഹജസമാധി എന്ന് പറയുമ്പോൾ എന്താണ്? അവിടെ സമാധി അനുഭവരൂപത്തിൽ തന്നെ നിൽക്കുന്നു. അവിടെ സമാധി ഒരു സ്മരണയല്ല. ഇവിടെ പറയുന്നത് അങ്ങനെയല്ല. ഇവിടെ അഭ്യാസത്തിലൂടെ ഒരുവൻ സമാധിയിൽ എത്തിച്ചേർന്നാൽ അടുത്ത നിമിഷം സമാധി കേവലം ഒരു സ്മരണയായി വിശേഷിക്കും. അവൻ പറയും, ഞാൻ സമാഹിതനായിരുന്നു, ഞാൻ സമാധിയിലിരുന്നു, ഞാൻ നിത്യനിർവൃതിയിലായിരുന്നു,
ഞാൻ അനന്തമായ ആനന്ദത്തെ അനുഭവിച്ചു, ആത്യന്തികമായ ശാന്തി അനുഭവിച്ചു എന്നെല്ലാം പറയുന്നത് എന്താണ്? സ്മരണയാണ്. ഭൂതകാലത്തിൽ പറയുകയാണ്. അനുവിധാന ദിശയെന്ന് പറയുന്നു. ഇത് സംഭവിക്കാൻ പാടില്ല. സമാധി ഉത്ഥാനം എന്ന രണ്ടവസ്ഥ പരമാർത്ഥയോഗിയിൽ സംഭവിക്കുന്നില്ല. അത് സംഭവിക്കാതിരിക്കുന്നത് വരെ പ്രയത്നിക്കണം എന്നാണ്. പ്രയത്നിച്ചു കഴിഞ്ഞാൽ അത് സഹജമായി തീരുന്നു. പിന്നെ അവിടെ വരവും പോക്കുമില്ല. മനസ്സ് അങ്ങോട്ട് പോവുക, തിരിച്ചു വരിക, അതില്ല. വരവും പോക്കും ഇല്ലാതെ അതാണ് ആത്മസ്വരൂപം. അപ്പം മനസ്സ് അതിനോട് പരമാർത്ഥത്തിൽ ഏകീഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ മനസ്സിനുമില്ല വരവും പോക്കും. ആ സഹജാവസ്ഥയെ പ്രാപിക്കുന്നത് വരെ എന്താണ്? പ്രയത്നിക്കണം. മനസ്സ് ബഹിർമുഖമായി വിഷയങ്ങളിലേക്ക് പോകുമ്പോൾ മനസ്സിനെ തിരിച്ചു കൊണ്ടുവന്ന് അഭ്യസിക്കണം. ചിസ്വരൂപ സത്ത മാത്രമേ ആപാദയും. അതാണ് ചിസ്വരൂപ സത്ത മാത്രനായി സ്ഥിതി ചെയ്യുന്നതിന് വേണ്ടി ഉള്ള അഭ്യാസം തുറന്നുകൊണ്ടേയിരിക്കണം. അതിൽ വരുന്ന തടസ്സങ്ങളെല്ലാം ഒഴിവാക്കണം. തടസ്സങ്ങൾ എന്താണ്? നേരത്തെ പറഞ്ഞ നിദ്രയും കഷായവും. അതിൽ കൈവരുന്ന നേട്ടങ്ങളെല്ലാം ഉപേക്ഷിക്കണം. നേട്ടം എന്താണ്? രസാസ്വാദം, ആനന്ദാനുഭവം. ഇതിനെല്ലാം ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ, ഇതിനെല്ലാം ഉപേക്ഷിച്ചിട്ടും വീണ്ടും പ്രയത്നം തുടരുകയാണെങ്കിൽ ആ സമാധി സഹജമായി തീരും. അങ്ങനെയുള്ളൊരു സഹജ സമാധിയാണ് ഇവിടെ ആത്യന്തികമായി നിർദ്ദേശിക്കുന്നത്. ആ സഹജ സമാധി ഈ പറയുന്ന ഒരു ജീവന് അവന്റെ ഒരു ജന്മത്തിൽ, അതും ഓർമ്മയിലിരിക്കണം, ഈ പറയുന്ന അഭ്യാസങ്ങളിലൂടെയും സാധിക്കാം. ഈ പറയുന്ന അഭ്യാസങ്ങളൊന്നും കൂടാതെയും സാധിക്കാം. അത് രണ്ട് കാര്യങ്ങളുമാണ് ഇവിടെ ഇതുവരെ ചർച്ച ചെയ്തത്. നാസ്വാദയേ സുഖം തത്ര നിസ്സംഗപ്രജ്ഞയാ ഭവേത് നിശ്ചലം നിശ്ചരചിത്തം ഏകീകുര്യാത് പ്രയത്നതഃ. ശാന്തി ശാന്തി ശാന്തി.